മഞ്ഞണിക്കൊമ്പിൽ ഒരു കിങ്ങിണിത്തുമ്പിൽ താനിരുന്നലിഞ്ഞാടിടുന്നൊരു സുമംഗലിക്കുരുവി. വിരുന്നുകാർ വരുമ്പോൾ അമ്മമ്മ പറയും, എടാ ജെറി ഒരു പാട്ട് പഠിക്കും. അപ്പം ഞാൻ ഒരു ഹിന്ദി പാട്ട് പാടും. പിയാ മിലൻ കോ ജാന ആ പിയാ മിലൻ, അങ്ങനെയുള്ള പാട്ടുണ്ടാക്കിയ ആളാണ് പങ്കജ് മല്ലിക്. കാക്കേ കാക്കേ കൂടെ വിടെ കൂട്ടിന, അങ്ങനെ അല്ലല്ലോ, കാക്കേ കാക്കേ കൂടെ വിടെ എന്നല്ലേ. അപ്പോൾ ആ ഭാവം എക്സ്പ്രഷനൊക്കെ ആ പാട്ട് പാടുമ്പോൾ വരണം. ആണ് സുന്നു സുന്നു ഹെ കിഷൻ കല തന്നോ തന്നോ സുന്നു ഹെ കിഷൻ കല, അങ്ങനെ ലൈറ്റ് പാട്ടുകളും. ഈ അതുകൊണ്ട് ഗുരുമുഖി വിദ്യ എന്നുള്ളത് സംഭവം ഇപ്പം ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നൊക്കെ പറഞ്ഞ കോലാഹലം കൂട്ടുന്നതോടുകൂടി നമ്മുടെ സംസ്കാരം എന്ന് പറഞ്ഞ നേരെ കുഴിയിലേക്കാണ് പോകാൻ പോകുന്നത്. അപ്പം അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണമെന്നാണ് എൻ്റെ ആഗ്രഹം. സഗമ പനി സാനിട പമ പഗമ സരി സ എന്ന് പറയുന്ന ഭീം പലാസി എന്ന് പറയുന്ന രാഗം മിസ്റ്റർ മധുസൂദൻ പട്വർദ്ധൻ എന്നെ പഠിപ്പിച്ചത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു പാട്ടുണ്ടാക്കാൻ പറ്റിയത്. അപ്പോൾ എൻ്റെ അമ്മയും പറഞ്ഞു, ഇവൻ ജെറി അവൻ സൈക്കിൾ ചവിട്ടില്ല ഒന്നാൾ, രണ്ടാമത് മരത്തിൽ കയറില്ല, മൂന്നാമത് ഈ മതിൽ ചാടില്ല. ഫോർ എക്സാമ്പിൾ, തൂ മേരാ ചാന്ദ് മേ തേരി ചാന്ദിനി, തൂ മേരാ രാഗ് തൂ മേരി രാഗിനി, ഓ ഇങ്ങനെയുള്ള പാടാൻ. അഖിയം മിലാക്കെ ജിയ ഭർമാക്കെ ചല നഹി ജാന, ഓ ആയിരം കടവെന്നുള്ള മ്യൂസിക് ലാ 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 ലാ, ഒന്ന് ഏത് കൊച്ചിനും പാടാമല്ലോ ലാ ലാ ലാ. അല്ലാതെ പ്രമദമനം വീണ്ടും അതൊന്നും അതിനകത്തില്ല. അമ്മായി ചുട്ടപ്പം അങ്ങനെ ഒരു പാട്ട് പിച്ചു എഴുതിയിരുന്നെങ്കിൽ ഇതാരെങ്കിലും ഓർക്കും. ഇപ്പം ദേവദുന്ദുഭിസാന്ദ്രലയം ദിവ്യവിഭാത സോപാനരാഗവയം ധ്യാനമുണർത്തും മൃദുപല്ലവിയിൽ കാവ്യമരാള ഗമനലയം ദേവദുന്ദുഭി. വേറെ ഏതെങ്കിലും പ്രൊജക്റ്റുകൾ പുതിയതായിട്ട് സാറിൻ്റെ എന്നാരും വിളിക്കുന്നില്ലത്. വെരി സിമ്പിൾ. പാട്ട് വന്ന വഴിയിൽ ഇന്ന് എനിക്കൊപ്പം പ്രശസ്ത സംഗീത സംവിധായകൻ ജെറി അമൽദേവാണ്. സാർ സ്വാഗതം. താങ്ക് യു. സാറ് കുട്ടിക്കാലം മുതൽക്ക് പാട്ടുകളൊക്കെ പാടുമായിരുന്നെങ്കിലും ഒരു 17-ാമത്തെ വയസ്സ് വരെ സംഗീതമൊന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് കേട്ടിട്ടുണ്ട്. അതിനുശേഷം വീട്ടുകാർ പള്ളിയിലച്ഛനാക്കാനൊക്കെ വിട്ടിട്ട് സാറ് പിന്നെ എങ്ങനെയാണ് സംഗീതത്തിലേക്ക് മാറ്റം നടത്തുന്നത്? കാരണം ഒരു അത്ഭുതം നിറഞ്ഞൊരു ജേണിയാണത്, അറിയാൻ വലിയ ആഗ്രഹമുണ്ട്. നല്ല കാര്യം. വെരി സിമ്പിൾ. ഞാൻ ജനിച്ചു, എൻ്റെ അമ്മയും അമ്മമ്മയും ആണ് എന്നെ വളർത്തിയത്. അപ്പോൾ എൻ്റെ അമ്മമ്മ വളരെ നന്നായിട്ട് പാടുമായിരുന്നു. അതായത് സ്റ്റേജിൽ പോയി പാടുമെന്നല്ല, പള്ളിയിൽ പാടും, വീട്ടിൽ പ്രാർത്ഥന കഴിയുമ്പോൾ പാടും, നല്ല ശ്രുതിയിലും നല്ല താളത്തിലും. ഹാർമോണിയൊന്നുമില്ല, അക്കമ്പനിമെൻ്റ് ഒന്നുമില്ല. അതുപോലെ എൻ്റെ അമ്മമ്മയെ പോലെ എൻ്റെ അമ്മയും പാടുമായിരുന്നു. അപ്പം ചെറുപ്പം മുതലേ ഞാൻ ഇവരുടെ പാട്ടുകൾ കേട്ട് വളർന്നു. അതേസമയം എൻ്റെ അമ്മാവന്മാർ, അമ്മയുടെ ആങ്ങളമാർ ഒരു 5-6 പേരുണ്ടായിരുന്നു. അവരെല്ലാവരും തന്നെ സംഗീതത്തിലും സാഹിത്യത്തിലും ഒക്കെ അഭിരുചിയുള്ള ആളുകളായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ അന്ന് ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്നത് ഇവിടെ ഇപ്പം നമ്മുടെ ജോയ് ആലൂക്കാസിൻ്റെ ഒരു ഷോറൂമില്ലേ, ആതിര എന്ന് പറഞ്ഞപ്പോൾ അത് ഈ ബാനർജി റോഡും ഷൺമുഖം റോഡും കൂടി കൂട്ടിമുട്ടുന്ന ആ സ്ഥലത്തായിരുന്നു ഞങ്ങളുടെ വീട്, ബാനർജി റോഡ് സൈഡിൽ. അവിടെ നിന്ന് യുദ്ധം പേടിച്ച്, 2ാം ലോക മഹായുദ്ധം പേടിച്ച് ഞങ്ങളൊരു പലായനം ചെയ്തു അടുത്ത രാജ്യത്തിലേക്ക്. എവിടെയാണ്? കലൂർ. അതാണ് പലായനം. അന്ന് കലൂർ എന്നൊക്കെ പറയുന്നത് ആരുമില്ലാത്ത സ്ഥലമായിരുന്നു. ഏതായാലും അവിടെ പോയി ഒരു വാടക വീട്ടിൽ താമസിച്ച സമയത്ത് ഞങ്ങൾക്കൊരു ഗ്രാമഫോൺ ഉണ്ടായിരുന്നു.
കോളാമ്പി. അപ്പോൾ അമ്മാവന്മാർക്ക് അന്ന് ഞാനീ പറയുന്ന 1940-കളാണ്. അതായത് ഇന്നത്തെ ഒരു 85-90 കൊല്ലം മുമ്പുള്ള കഥയാണ് ഞാനീ പറയുന്നത്. അന്ന് ഈ സിനിമ മലയാളം സിനിമ ഇല്ലെന്ന് വേണേൽ പറയാം, ഇല്ല. പിന്നെ ഉണ്ടായിരുന്നത് തമിഴും ഹിന്ദിയുമാണ്. അപ്പോൾ എൻ്റെ അമ്മാവന്മാർക്ക് ഹിന്ദി പാട്ടിനോടായിരുന്നു കമ്പം. അതുകൊണ്ട് അവർ ബ്രോഡ്വേ, നമ്മുടെ ആ മാർക്കറ്റ് റോഡിൻ്റെ അവിടെയുള്ളൊരു പാലമില്ലേ, ആ പാലത്തിൻ്റെ പടിഞ്ഞാറ് വശത്ത് കുറേ നല്ല സ്റ്റോഴ്സ് ഉണ്ടായിരുന്നു. ഒന്ന് HMV എന്ന് പറയുന്നത് ഹിസ് മാസ്റ്റേഴ്സ് വാസ് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് റെക്കോർഡ് വാങ്ങിച്ചിട്ടുണ്ട്. വാങ്ങുന്ന റെക്കോർഡൊക്കെ മോസ്റ്റ്ലി ഹിന്ദി ആയിരുന്നു. അതും കൽക്കട്ടയിലെ ന്യൂ തിയേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു സിനിമ കമ്പനി ഉണ്ടായിരുന്നു. അവർ റെക്കോർഡ് ചെയ്ത് വിടുന്ന പാട്ടുകളായിരുന്നു. അപ്പോൾ അതിൽ സൈഗൾ എന്ന് പറയുന്ന ഒരു പാട്ടുകാരനായിരുന്നു ഫേമസ്. സൈഗിളും പങ്കജ് മല്ലിക് എന്നൊക്കെ പറയുന്ന ആളുകൾ. ഉദാഹരണത്തിന് പിയാ മിലൻ കോ ജാന ആ പിയാ മില അങ്ങനെയുള്ള പാട്ടുണ്ടാക്കിയ ആളാണ് പങ്കജ് മല്ലിക്. സൈഗിൾ എന്ന് പറയുന്ന ആളാണ് നമ്മുടെ മുഹമ്മദ് റഫീഖൊക്കെ വളരെ നേരത്തെ വളരെ പ്രശസ്തനും വളരെ ഫേമസ് എന്ന് വെച്ചാൽ ആളുകൾക്ക് വളരെ ഇഷ്ടപ്പെട്ട പാട്ടുകാരനായിരുന്നു. പക്ഷേ അദ്ദേഹം പാടിയിരുന്ന പാട്ടുകൾ ഇങ്ങനെ നമ്മളിപ്പോൾ പാടുന്ന പോലത്തെ പാട്ടുകളല്ല. ഒരു സീരിയസ് സോങ്സ് ലൈക്ക് സോജാ സോജാ അങ്ങനെയുള്ള സീരിയസ് പാട്ടുകൾ. പിന്നെ ലൈറ്റ് പാട്ടുകളും ഉണ്ടായിരുന്നു. സുന്നു സുന്നു ഹെ കിഷൻ കല തന്നനാന നന്നോ തന്നനാന നന്നോ തന്നനാന നന്നോ സുന്നു ഹെ കിഷൻ കല അങ്ങനെ ലൈറ്റ് പാട്ടുകളും. ഈ ബാവുൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ബംഗാളിലുണ്ട്, ഇപ്പോഴും ഉണ്ടായിരുന്നു. അവരുടെ ജീവിതം മുഴുവൻ പാട്ട് പാടലാണ്. പാട്ടില്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റില്ല. അവരുടെ സംഗീതത്തിൻ്റെ ഒരു കോപ്പിയാണ് ഇപ്പോൾ ഞാൻ പാടിയത്, KL സൈഗൾ പാടിയത്. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഗ്രാമഫോൺ പാട്ടുകൾ കേട്ടു. പിന്നെ എല്ലാ ദിവസവും പള്ളിയിൽ അമ്മമ്മയുടെ കൂടി പോകും. അവിടെ അക്കാലത്ത് പള്ളികളിൽ, ഞങ്ങളുടെ പള്ളി അതായത് ലത്തീൻ റൈറ്റിലുള്ള പള്ളികളിൽ പാടിയിരുന്നത് ലത്തീൻ ഭാഷയിലാണ്, മലയാളത്തിലൊന്നും ഇല്ല. ഇപ്പോൾ ഒഫീഷ്യൽ കുർബാന സമയത്ത് മലയാളത്തിലൊന്നും പാടാൻ പാടില്ല. അപ്പോൾ ലത്തീൻ ഭാഷയിൽ കർത്താവെ കനിയണമെന്നുള്ളത് അക്കാലത്ത് ഉദാഹരണത്തിന് പല ട്യൂണുണ്ട്. വരണം ഇങ്ങനെ ആക്ച്വലി ഇത് ലത്തീനല്ല, ഇത് ഗ്രീക്ക് ഭാഷയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ക്രിസ്ത്യൻ റിലിജ്യൻ ആദ്യത്തെ 100 കൊല്ലം ഉപയോഗിച്ചിരുന്ന ഭാഷ ജീസസ് ക്രൈസ്റ്റ് സംസാരിച്ചിരുന്ന അറമായിക് ഭാഷയല്ല. അല്ലെങ്കിൽ അന്നത്തെ ഇന്നത്തെ ഇംഗ്ലീഷ് പോലെ അന്നത്തെ ഭാഷയായിരുന്നു ഗ്രീക്ക് ഭാഷയിലായിരുന്നു ആളുകൾ സംസാരിക്കുകയും പബ്ലിക്കിൽ സംസാരിക്കുകയും പബ്ലിക് ഫങ്ഷനിൽ ഉപയോഗിക്കുകയും. അപ്പം അങ്ങനെയാണ് ക്രിസ്തു മതത്തിൻ്റെ ആദ്യത്തെ ഗാനങ്ങളൊക്കെ ഗ്രീക്ക് ഭാഷയിലാണ്. പിന്നീട് അത് ലത്തീനിലേക്ക് ട്രാൻസ്ക്രൈബ് ചെയ്തു 300 കൊല്ലം കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇതൊക്കെ ഞാൻ കേട്ട് എൻ്റെ തലച്ചോറ് അങ്ങനെയായിരുന്നു, കേൾക്കുന്നതൊക്കെ പിടിച്ചെടുക്കുന്ന ഒരു പരിപാടി. അങ്ങനെയാണ് ഞാൻ 4ാമത്തെ വയസ്സിൽ വീട്ടിൽ ഞാൻ ഓർക്കുന്നു, വല്ല വിരുന്നുകാർ വരുമ്പോൾ അമ്മമ്മ പറയും, എടാ ജെറി ഒരു പാട്ട് പഠിക്കും. അപ്പം ഞാൻ ഒരു ഹിന്ദി പാട്ട് പാടും. അങ്ങനെ ഞാൻ ചെറുപ്പം മുതലേ പാട്ടുകാരനായി. അപ്പം എൻ്റെ മെയിൻ തിങ് ഈസ് പാട്ട് പാടലാണ്. പാട്ടുണ്ടാക്കുന്നത് പിന്നീടാണ്. അതുപോലെ ഈ ഹാർമോണിയം വായിക്കുന്നതൊന്നും എൻ്റെ തൊഴിലല്ല. മൈ ബിസിനസ് ഈസ് ടു സിങ്. ആൻഡ് ആസ് എ മ്യൂസിക് ഡയറക്ടർ ഓൾസോ ദ നമ്പർ 1 കൺസേൺ ഓഫ് എ മ്യൂസിക് ഡയറക്ടർ ഷുഡ് ബി ടു സിങ്. ഇപ്പോൾ യേശുദാസിനെ കൊണ്ട് പാട്ട് പാടിക്കണമെങ്കിൽ ഈ ഹാർമോണിയത്തിൽ ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ യേശുദാസിന് മനസ്സിലാവുമെങ്കിലും അതല്ലല്ലോ വേണ്ടത്. യേശുദാസിന് നമ്മൾ പാട്ട് പാടി, അല്ലെങ്കിൽ യേശുദാസിന് അല്ലെങ്കിൽ ജാനകി അല്ലെങ്കിൽ ചിത്ര അല്ലെങ്കിൽ വാണിജ്യര ആരൊക്കെയാണല്ലോ, ലതാ മങ്കേഷ്കർ, മുഹമ്മദ് റഫി, ആരാണെങ്കിലും നമ്മൾ പാട്ട് പാടിക്കൊടുക്കണം. എന്നാലേ നമ്മുടെ പാട്ട് അവർക്ക് ശരിക്കും പഠിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇന്ത്യയിൽ നമ്മൾ കേട്ടിട്ടുണ്ട്
പാട്ടെന്ന് പറയുന്നത് ഗുരുമുഖി വിദ്യ എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? ഗുരുവിൻ്റെ മുഖത്ത് നിന്ന് പഠിക്കുന്നതെന്ന് പറയുന്നത്. അല്ലാതെ സൂമിൽ പോയി കയറി ഇരുന്നിട്ട് പഠിക്കുകയല്ല. അല്ലെങ്കിൽ അപ്പുറത്ത് ഗുരുവിൻ്റെ മുഖത്ത്, അല്ലെ പഠിപ്പിക്കുന്ന ആളുടെ മുഖത്ത് നിന്ന് പാട്ട് പഠിക്കണം, എന്നാലും ശരിയാവുള്ളൂ. കാരണം ഇയാൾ പാടുമ്പോൾ പല ആംഗ്യങ്ങളും കാണിക്കും, മുഖത്തുള്ള എക്സ്പ്രഷൻസൊക്കെ വരും. അങ്ങനെ പലതുമുണ്ട്. പാട്ടെന്ന് പറയുന്നത് വെറുതെ പടി പോലെ ഇടുന്നുണ്ട്, കാക്കേ കാക്കേ കൂടെ കൂട്ടിന്, അങ്ങനെ അല്ലല്ലോ. കാക്കേ കാക്കേ കൂടെ വിടേ എന്നല്ലേ. അപ്പോൾ ആ ഭാവം എക്സ്പ്രഷനൊക്കെ ആ പാട്ട് പാടുമ്പോൾ വരണം. അതുകൊണ്ട് ഗുരുമുഖി വിദ്യ എന്നുള്ളത് സംഭവം ഇപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നൊക്കെ പറഞ്ഞ കോലാഹലം കൂട്ടുന്നതോടുകൂടി നമ്മുടെ സംസ്കാരം എന്ന് പറഞ്ഞ നേരെ കുഴിയിലേക്കാണ് പോകാൻ പോകുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണമെന്നാണ് എൻ്റെ ആഗ്രഹം. നമ്മുടെ സംസ്കാരം ഇന്നും ഇന്നലെ ഉണ്ടായതില്ല. ഒരു മില്യൺ ഇയേഴ്സ് മുമ്പ് തുടങ്ങിയ സംഭവമാണ്. അപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആരോ ഒരു പയ്യനൊരു ഇൻവെൻഷൻ കണ്ടു എന്നും പറഞ്ഞ് അതൊക്കെ ഇതൊക്കെ പഴയ പന്നാക്കൊക്കെ തട്ടിക്കോ, ഇവനാണ് രാജാവ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ തന്നെ എന്തെങ്കിലും അതിനെ കൊണ്ട് ചെയ്യിക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആദ്യം ഉണ്ടാക്കി കൊടുത്താലേ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ പാട്ടുകാരനായി ചെറുപ്പം മുതലേ. പിന്നെ ഞങ്ങളൊരു എന്താ പറയുക, ഒരു കൺസർവേറ്റീവ് കാത്തലിക് ഫാമിലി ആയിരുന്നതുകൊണ്ടും എൻ്റെ അമ്മയുടെ മൂത്ത സഹോദരൻ ഒരു അച്ഛനായിരുന്നതുകൊണ്ടും ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ ഏറ്റവും നല്ല കാര്യം ഒരു അച്ഛനാകുക എന്നുള്ളൊരു ചെറുപ്പക്കാരന് അച്ഛനായാലും ഗുണം എന്താണെന്ന് വെച്ചാൽ അവൻ ഒന്നാമത് പാവപ്പെട്ടവരെയൊക്കെ സഹായിക്കും. പിന്നെ രണ്ടാമത് അനാവശ്യത്തിലേക്കൊന്നും പോവില്ല, പ്രാർത്ഥനയും പരിവട്ടമായിട്ടൊക്കെ നടക്കും, ജനങ്ങളെ സഹായിക്കും. ഈ കർത്താവിന് ഇഷ്ടമുള്ള പണിയാണ് അതെന്നുള്ള ധാരണയിൽ. അപ്പോൾ എൻ്റെ അമ്മയും പറഞ്ഞ് ഇവൻ ജെറി അവൻ സൈക്കിൾ ചവിട്ടില്ല ഒന്നാമത്, രണ്ടാമത് മരത്തിൽ കയറില്ല, മൂന്നാമത് ഈ മതിൽ ചാടില്ല. ആ പറഞ്ഞാൽ കേൾക്കും, അവൻ അച്ഛനാവും. ഇത് ഞാൻ ചെറുപ്പം മുതൽ അങ്ങ് കേട്ട് പരിചയിച്ചു വളർന്നു വന്നപ്പോൾ ഞാനും അതിനോടുകൂടി അങ്ങ് യോജിച്ചു. 10ാം ക്ലാസ് വരെ ഞാൻ സെൻറ്റ് ആൽബർട്ട്സിലാണ് പഠിച്ചത്. 1945 മുതൽ 1955 വരെ. നിങ്ങളൊന്നും സ്ഥലത്തില്ല. പഠിച്ചു കഴിഞ്ഞപ്പോൾ ഈ ചോദ്യം വന്നു, ഇവനെന്തെടുക്കും, ഏത് കോളേജിൽ പോയാലും എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, ഞാൻ വടക്കേ ഇന്ത്യയിൽ മിഷണറി ആകാൻ എനിക്ക് പോകും. എന്താ മിഷണറി? എനിക്ക് കാട്ടിലുള്ള ആളുകളോടുകൂടി പോയിരുന്ന് അവരെയൊക്കെ ഒന്ന് സഹായിക്കണം. അപ്പം നോക്കിയപ്പോൾ അവിടെ 1955 ആ കാലഘട്ടത്തിൽ ബോംബെയിലൊരു വലിയ കാത്തലിക് സംഗമം ഉണ്ടായി, അത് യൂക്രിസ്റ്റിക് കോൺഗ്രസ് ഓഫ് സംതിങ്. അപ്പോൾ ഒരു മാർപ്പാപ്പയൊക്കെ വന്നു. അല്ല ആ കാലഘട്ടത്തിൽ എന്തൊക്കെയോ ബോംബെയിൽ സംഭവിച്ചപ്പോൾ അവിടെ ഒരു ജർമ്മൻകാരൻ അച്ഛൻ നമ്മുടെ ക്രിസ്ത്യൻ സബ്ജക്റ്റൊക്കെ മാതാവും കർത്താവും കർത്താവിൻ്റെ ജീവചരിത്രം ഒരു സംഗീത നാടകമായിട്ട് ഹിന്ദിയിൽ ഒരു സ്റ്റേജിൽ അവതരിപ്പിച്ചു. അതിവിടുത്തെ പല അച്ഛന്മാരും പോയി കാണുകയും അതിൽ 2 അച്ഛന്മാരും മുൻസിഞ്ഞോ ലോപ്പസ് എന്ന് പറഞ്ഞ അച്ഛനും പിന്നെ ഫാദർ മൈക്കിൾ പനക്കൽ എന്ന് പറയുന്ന അച്ഛനും, ഇവർ രണ്ടുപേരും ബോസ്കോ കലാസമിതി എന്ന് പറയുന്ന ഒരു സംരംഭത്തിൻ്റെ ഡയറക്ടേഴ്സായിരുന്നു. അത് പിന്നീട് വളർന്ന് CAC ആയി മാറിയത്. അപ്പോൾ ഈ അച്ഛന്മാർ അത് പോയി കേട്ടപ്പോൾ അവർ പറഞ്ഞു, ജെറിക്ക് പറ്റിയ പണി ആ ജർമ്മൻകാരച്ഛന്മാരോട് പോയാൽ പാട്ടും പാടാം, പിന്നെ അച്ഛനും ആകാം. അപ്പോൾ ഇവൻ അങ്ങോട്ട് വിടാമെന്ന് പറഞ്ഞു. എന്നെ അങ്ങനെ ഞാൻ വടക്കേണ്ടി. അവിടെ ചെന്നപ്പോൾ ഇവിടെ കണ്ണുംകുന്നത്ത് പള്ളി എന്ന് പറഞ്ഞ പള്ളിയുണ്ടല്ലോ, അറിയാമോ? സെൻറ്റ് ആൽബർട്ട്സ് കോളേജിൻ്റെ തൊട്ട് കിഴക്ക് വശത്ത് ഒരു വലിയ പള്ളിയുണ്ട്. അവിടെ ഞാൻ ചെറുപ്പം മുതൽ ഞങ്ങൾ കലൂരിൽ നിന്ന് വീട് മാറി ഈ മാധവ ഫാർമസിയുടെ പുറകിൽ ഒരു സ്ഥലം വാങ്ങി അമ്മാമ്മമാരും എല്ലാം കൂടി ഒരു വീട് വെച്ചപ്പോൾ ഞാൻ അവിടെയായിരുന്നു. അവിടെ നിന്ന് എല്ലാ ദിവസവും പള്ളി അമ്മമ്മയുടെ കൂടി പോയിരുന്നത് ഈ കണ്ണംകുന്നത്ത് പള്ളി എന്ന് പറയുന്ന ഒരു മോണസ്ട്രിയാണ്. അപ്പോൾ അവിടെ ഞാനൊരു 9 വയസ്സ് മുതൽ അവരുടെ ക്വയറിൽ പാടാൻ തുടങ്ങി. അപ്പോൾ അതൊക്കെ മുഴുവൻ ലത്തീൻ പാട്ടുകളായിരുന്നു. അതൊക്കെ കേട്ട് പിന്നെ കുറേ ഇംഗ്ലീഷ് പാട്ടുകളും പറയാം. അങ്ങനെ അവിടുത്തെ അച്ഛന്മാർ എന്നോട് വളരെ സ്നേഹമായിട്ട് പെരുമാറി. അവർ വിചാരിച്ച് ഞാൻ അവരോട് കൂടി ചേരുന്നു. അപ്പോൾ ഈ അച്ഛന്മാർ വേണ്ട, അതവർ വളരെയധികം
ധ്യാനം ചെയ്യുന്ന ആൾ, വീട്ടിൽ കൂടുതൽ നേരം ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ആൾ, ചെറിയുടെ ടെമ്പറമെൻറ്റിന് അത് പറ്റില്ല, അവനോട് ചടി നടക്കട്ടെ. അപ്പോൾ വടക്കേ ഇന്ത്യയിലാണെങ്കിൽ ഈ മിഷണറിമാരാണ് മോട്ടോർ സൈക്കിളൊക്കെ പോകണം, പിന്നെ അങ്ങനെയൊക്കെ. അപ്പോൾ ഈ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് 2 ടൈപ്പുണ്ട് കത്തോലിക്ക സഭയിൽ അച്ഛന്മാരുടെ സമൂഹങ്ങൾ. വൺ ഈസ് കോൾഡ് ദി കണ്ടംപ്ലേറ്റീവ് ഓർഡർ എന്ന് വെച്ചാൽ ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു ഗ്രൂപ്പ്. അതാണിവർ കണ്ണംകുന്ന് പള്ളിക്കാർ. പിന്നെ പ്രാർത്ഥനയോടൊപ്പം കൂടുതൽ ആളുകളുമായിട്ട് ഇടപഴകി ജോലി ചെയ്യുന്ന അച്ഛന്മാർ, അവർ പറയുന്ന ആക്റ്റീവ് കോൺഗ്രിഗേഷൻസ്, ആക്റ്റീവ് ഫാദർ. അങ്ങനെ ഞാൻ അവിടെ പോയി. അവിടെ ചെന്നപ്പോൾ ഞാൻ ഈ ക്വയറിലായിരുന്നതുകൊണ്ട് എനിക്ക് ഇത്തിരി അച്ഛന്മാരോട് 2 കൈ കൊണ്ട് ഉപയോഗിച്ച് ഇങ്ങനെ ഓർഗൻ വായിക്കുമായിരുന്നു. രണ്ട് കൈ ഉപയോഗിക്കാം. അപ്പോൾ ഒരേ സമയത്ത് ഇത് കണ്ടോ, 3ഉം 2ഉം 5 നോട്ടാണ് വായിക്കുന്നത്. ഇത് വെസ്റ്റേൺ മ്യൂസിക്കിൻ്റെ ഹാർമണി എന്ന് പറയുന്ന സാധനമാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ കുറേശ്ശെയൊക്കെ തന്നെത്താൻ പഠിച്ചെടുത്തതിന് ശേഷം അവിടെ ചെന്നപ്പോൾ അച്ഛന്മാർക്ക് മനസ്സിലായി ഇവൻ എന്തൊക്കെയോ അറിയാം, പക്ഷേ ഇവനെ ശരിയാക്കാനുണ്ടെന്ന് പറഞ്ഞത്. എനിക്ക് എന്നെ പഠിപ്പിക്കാനായിട്ട് പിയാനോ പഠിപ്പിക്കാൻ ഒരാളെ നിയോഗിച്ചു, പിന്നെ ഓർഗൻ പഠിപ്പിക്കാൻ ഒരാളെ നിയോഗിച്ചു, പിന്നെ തബല പഠിപ്പിക്കാൻ ഒരാളെ നിയോഗിച്ചു. വായ്പാട്ട് പിന്നീട് ഞാൻ പൂനെയിൽ വന്നപ്പോഴാണ് പഠിപ്പിച്ചത്. അപ്പോൾ ഇങ്ങനെ ദേ ഗേവ് മീ ദി ഫസ്റ്റ് പ്രോപ്പർ റെഗുലർ മ്യൂസിക്കൽ ട്രെയിനിങ്, ഈ ജർമ്മൻകാർ അച്ഛന്മാർ. അങ്ങനെ 10 കൊല്ലം ഞാൻ ഇങ്ങനെ സെമിനാരിയിൽ ജീവിച്ചു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി പാട്ടിനാണ് കൂടുതൽ പ്രാധാന്യം വേണ്ടത്. മാത്രമല്ല എനിക്ക് സ്ത്രീകളോട് അട്രാക്ഷനും തോന്നി. അപ്പോൾ കത്തോലിക്ക പുരോഹിതന്മാർക്ക് കല്യാണം കഴിക്കാൻ പാടില്ല, യു ഷുഡ് ബി, അതിൽ നിന്നൊക്കെ മാറി നിൽക്കണമെന്നൊക്കെയാണല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ പോക്ക് കണ്ടിട്ട് എനിക്ക് അങ്ങനെ അത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് എനിക്ക് ഉള്ളിൽ തന്നെ തോന്നി. അപ്പോൾ ഞാൻ എൻ്റെ ആധ്യാത്മിക ഗുരുക്കന്മാരുണ്ട് അവിടെ, അവരോട് നമുക്ക് എല്ലാം തുറന്നു പറയാം. അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛൻ എനിക്ക് ഇത് പറ്റുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് ഐ ആം ലീവിങ്. അപ്പോൾ അവർ പറഞ്ഞു, അയ്യോ അങ്ങനെയൊന്നും പറയില്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതൊക്കെ ഉള്ളതാണ്, പേടിക്കാനൊന്നുമില്ല, ഇതൊക്കെ ശരിയായിക്കോളും. ഞാൻ പറഞ്ഞു, 2 വഞ്ചിയിൽ കാല് വെച്ച് പോകാൻ എനിക്കിഷ്ടമില്ല, അതുകൊണ്ട് എനിക്ക് പോകണം. അങ്ങനെ അച്ഛന്മാർ സമ്മതിച്ചു. അവരെന്നെ ബോംബെയിലേക്ക് കൊണ്ടുപോയി. അതിനുള്ളിൽ ഞങ്ങളുടെ കുറേ പഠനങ്ങൾ, ഈ 10 കൊല്ലത്തിൽ അവസാനത്തെ 5 കൊല്ലം പൂനെയിലായിരുന്നു. ഞാൻ പൂനെ ഈസ് എ മ്യൂസിക്കൽ സെൻറ്റർ ഓഫ് നോർത്ത് ഇന്ത്യ. അപ്പോൾ അവിടെ കിരാന ഘരാന എന്ന് പറയുന്ന ഒരു സംഗീത വിഭാഗമുണ്ട്. അതിന് ഇന്ത്യയിൽ പല പല വീടുകളാണ്. ഉദാഹരണത്തിന് ഈ എംപറർ അക്ബറിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു വലിയ പാട്ടുകാരനാണ് താൻസേൻ. നമ്മളുടെ ടാൻസൻ എന്ന് തെറ്റായിട്ട് പറയുന്ന പേരാണ്. അദ്ദേഹത്തിൻ്റെ പേര് താൻസേൻ. അപ്പോൾ സേനിയ ഘരാന എന്നാണ് ആ പാടുന്ന ശൈലിയുടെ പേര്, ക്ലാസിക്കൽ മ്യൂസിക്. അതുപോലെ അങ്ങനെ പഞ്ചാബിലുണ്ട് വേറൊരു ഘരാന. ഇവിടെ പൂന സൈഡിലുള്ളത് കിരാന ഘരാന, പിന്നെ ഗ്വാളിയർ ഘരാന. അങ്ങനെ ഓരോ നാട്ടിൽ ഓരോ ശൈലിയിൽ പാട്ടെല്ലാം ഒന്ന് തന്നെ, പക്ഷെ പാടുന്നത്. അപ്പോൾ ഞാനിങ്ങനെ കിരാന ഘരാനയുടെ പാട്ടുകൾ പഠിക്കാനിടയായി, ശൈലിയിൽ പാടാനിടയായി. എന്നെ സഹായിച്ചത് അവിടെ വിനായക് റാവ് പട്വർദ്ധൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇളയ മകൻ മധുസൂദൻ പട്വർദ്ധൻ എന്ന് പറഞ്ഞ ആളെയാണ് ഈ അച്ഛന്മാരെ എന്നെ പാട്ട് പഠിക്കുകയാണ് കേട്ടത്. അദ്ദേഹത്തിൽ നിന്ന് ഞാൻ ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മ്യൂസിക്, അതായത് ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീതം ആരംഭം മുതൽ പഠിച്ചു. ഒരു 2, 3, 4 വർഷത്തോളം ഈ മറ്റുള്ള പഠനങ്ങളോടൊപ്പം ഇത് നടന്നു. അങ്ങനെ എനിക്കൊരു പിടുത്തം കിട്ടി നോർത്ത് ഇന്ത്യൻ മ്യൂസിക്കിനെ പറ്റി. ഇപ്പോൾ ഞാൻ ദേവദുന്ദുഭീസാദ്രലയം എന്നുള്ള പാട്ട് ഞാൻ ഉണ്ടാക്കിയത് എങ്ങനെയാണ്? ബിക്കോസ് ഞാൻ ഈ രാഗം ഈ സഗമ പനി സാനിടപമപഗമ സരി സ എന്ന് പറയുന്ന ഭീം പലാസി എന്ന് പറയുന്ന രാഗം മിസ്റ്റർ മധുസൂദൻ പട്വർദ്ധൻ എന്നെ പഠിപ്പിച്ചത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു പാട്ടുണ്ടാക്കാൻ പറ്റിയത്. അപ്പോൾ അങ്ങനെ ഞാൻ പാട്ടുകാരനായി. അങ്ങനെ പിന്നെ
ഞാൻ ഇവിടെ എറണാകുളത്തേക്ക് പാട്ട് പാടി നടക്കുന്ന കാലത്ത് ആദ്യം ഒരിക്കൽ ഞാൻ തന്നെ എനിക്ക് ഒരു പാട്ടങ്ങനെ നമുക്ക് തന്നെ ഉണ്ടാക്കിയാൽ എന്നാ അങ്ങനെ ചിന്തിച്ചു. അങ്ങനെ ഒരു പാട്ട് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ട്യൂൺ ഉണ്ടാക്കി. ഐ റിമെമ്പർ ദാറ്റ്. സെൻറ്റ് ആൽബർട്ട്സ് സ്കൂളിൻ്റെ ഇഫ് യു ഫേസ് ദ സ്കൂൾ വലതുവശത്തുള്ള വലിയ കെട്ടിടത്തിൻ്റെ മുകളിലായിരുന്നു. അപ്പം അങ്ങനെ 13ാമത്തെ വയസ്സിൽ ഞാൻ പാട്ടുണ്ടാക്കി. പിന്നെ ഞാൻ ഈ കണ്ണങ്കുന്നത്തുള്ളിൽ സ്ക്വയറിലായിരുന്നതുകൊണ്ട് എനിക്ക് നൊട്ടേഷൻ, വെസ്റ്റേൺ നൊട്ടേഷൻ്റെ ബാല്യപാഠങ്ങൾ കിട്ടി. അതുകൊണ്ട് ഐ കുഡ് റൈറ്റ് സരിഗമ പതിനിസാക്ക് വരാൻ ദോറിമി ഫാസോളാറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ആ നൊട്ടേഷനൊക്കെ എഴുതി. അപ്പോൾ ആ നൊട്ടേഷനിൽ ഞാനിത് എഴുതി വെച്ചു. അങ്ങനെ അപ്പോൾ എൻ്റെ പാട്ട് ജീവിതം 4ാം വയസ്സിൽ തുടങ്ങി, കമ്പോസിങ് ജീവിതം 13ാം വയസ്സിൽ തുടങ്ങി. അങ്ങനെ ഞാൻ അങ്ങനെ വളർന്നു. ഈ അച്ഛന്മാരെന്നെ സഹായിച്ചതുകൊണ്ട് പല വിധത്തിലും അതാണ് സംഭവിച്ചത്. 1980 ഡിസംബർ 25-ന് നമ്മളെ മലയാള സിനിമയ്ക്ക് ഒരു നടന വിസ്മയത്തെ ലഭിച്ചു. അതോടൊപ്പം തന്നെ ഒരു ഇതിഹാസ സംവിധായകനെയും ലഭിച്ചു. അപ്പം പറഞ്ഞു വന്നത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ ഉദയം കൊണ്ട മോഹൻലാലിനെയും ഫാസിലിനെയും കുറിച്ചാണ്. കറക്റ്റ്. അതേ മഞ്ഞിൽ വിരിഞ്ഞ മറ്റൊരു പൂവാണ് സാറ്. അപ്പം എങ്ങനെയായിരുന്നു മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലേക്ക് സാറ് വന്നു ചേരുന്നത്? അത് വെരി സിമ്പിൾ സാർ. അത് അതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടി പറയണം. ഞാൻ നൗഷാദ് സാഹിബിൻ്റെ അസിസ്റ്റൻ്റായി വർക്ക് ചെയ്യാനിടയായി ബോംബെയിൽ. ഞാൻ പൂനെയിൽ നിന്ന് ബോംബെ പോയി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ എങ്ങനെയോ ഞങ്ങൾ കാണാനിടയായി. അദ്ദേഹത്തിന് എന്നോട് ഒരു പ്രത്യേക എന്താ പറയുക, ഒരു ക്യൂരിയോസിറ്റി തോന്നി. ഈ കൊച്ചിക്കാരൻ, ഇവൻ മലയാളി, അവൻ എങ്ങനെയാണ് ഹിന്ദി ഇത്ര നന്നായിട്ട് പാടുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. ഐ വാസ് സിംഗിങ് for example, tu mera chand main teri chandni, tu mera rag tu meri ragni o, ഇങ്ങനെയുള്ള പാടാൻ അഖിയ മിലാ കെ ജിയ ഭർമാ കെ ചൽ നഹി ജാന ഓ, ഇതൊക്കെ കേട്ടപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഹൂ ടോട്ട് യു ഉറുദു? ഉറുദു ഭാഷ ആരെ പഠിപ്പിക്കുന്നു? ഞാൻ പറഞ്ഞാൽ ആരാ സാർ, അവിടെ ഹിന്ദി, അവിടെ ഞങ്ങളുടെ നാട്ടിൽ ഉറുദു കുറേ ആളുകൾ സംസാരിക്കുന്നുണ്ടെങ്കിലും പഠിപ്പിക്കാൻ ആരുമില്ല. ഞങ്ങൾ റഫി സാബും ലത മങ്കേഷ്കറും പാടുന്ന കേട്ടങ്ങനെ അതങ്ങ് വെച്ച് വിടുകയാണ്. ഓഹോ, അങ്ങനെ അദ്ദേഹത്തിനൊരു ക്യൂരിയോസിറ്റി വന്നു. അങ്ങനെ അദ്ദേഹത്തിന് ഞാൻ അസിസ്റ്റൻ്റായി കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. അവിടെ സിനിമാ സംഗീതത്തിൽ വെസ്റ്റേൺ മ്യൂസിക് അറിയാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് വേണമെങ്കിൽ ഒരു ട്യൂൺ ഉണ്ടാക്കാം, ലൈക്ക് പൊന്നോണം വന്ന് പൂമ്പട്ട് വിരിക്കുമീ പൊന്നിലഞ്ഞി തണലിൽ, അങ്ങനെ ഒരു പാട്ടുണ്ടാകും. പക്ഷെ ഇതിനോട് കൂടി ആരെന്ത് വായിക്കും? സാധാരണഗതിയിലൊരു മ്യൂസിഷ്യൻ എന്താ ചെയ്യുന്ന, ഹാർമോണിയം വായിക്കും, കൂടെ ഒരു തബലക്കാരനും പ്രസംഗിച്ചായാലും വായിക്കും, പിന്നെ പേരിനൊരു വയലിൻ പുറകെ കീന്ന് പറഞ്ഞു. ഇതുകൊണ്ട് രക്ഷപ്പെടാൻ വഴിയില്ല. സിനിമാ സംഗീതം അതിൽ നിന്നൊക്കെ വളരെ അധികം വളർന്നു. അപ്പോൾ അതിൻ്റെ പുറകിലുള്ളത് വെസ്റ്റേൺ മ്യൂസിക്കാണ്. അപ്പോൾ വെസ്റ്റേൺ മ്യൂസിക് ശരിക്കറിയണം. ബോംബെയിൽ വെസ്റ്റേൺ മ്യൂസിക് ശരിക്കറിയുന്നത് ഈ മ്യൂസിക് ഡയറക്ടേഴ്സ് അല്ല, അറിയുന്നത് ഗോവക്കാരും മാംഗ്ലൂരിയൻസ് കാത്തലിക്കാണ്. അവർക്കാണ് അവരുടെ പള്ളി സ്കൂളിൽ പഠിക്കുമ്പോൾ മറ്റ് സബ്ജക്റ്റിനോടൊപ്പം മ്യൂസിക്കും പഠിക്കണം, വെസ്റ്റേൺ മ്യൂസിക്. അങ്ങനെ അതിൽ തലയെടുപ്പുള്ള ആളുകളൊക്കെ സംഗീതത്തിൻ്റെ ഉപരിതലങ്ങളിൽ പോയിട്ട് അവർ ജോലി അന്വേഷിച്ച് ബോംബെയിലും ഡൽഹിയിലും കൽക്കട്ടയിലും മദ്രാസിലൊക്കെ പോയിട്ട് അവരാണ് ഈ മ്യൂസിക് ഡയറക്ടേഴ്സിനെ സഹായിക്കുന്നത്. ഉദാഹരണത്തിന് ഞാൻ ആരെയും താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുകയല്ലോ, ഇത് ഹിസ്റ്ററിയാണത്. ഉദാഹരണത്തിന് ലെറ്റ്സ് സേ ദേവരാജ മാസ്റ്റർ നല്ല പാട്ടുണ്ടാക്കിയെന്നിരിക്കട്ടെ, അത് സിനിമയിൽ കൊടുക്കാൻ. അപ്പോൾ അദ്ദേഹം ഒരുപക്ഷെ പാട്ടിൻ്റെ തുടക്കത്തിലൊരു ഫ്ലൂട്ട് പീസൊക്കെ മനസ്സിൽ കാണും. അത് മദ്രാസിൽ ചെന്നിട്ട് ആ ഫ്ലൂട്ട് വായിക്കുന്ന ആൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക, അത് വായിക്കും. അല്ലെങ്കിൽ വേറൊരു മാൻഡലിൻ നിങ്ങണ്ണി അങ്ങനെ ഒരു പീസ് ഉണ്ടാക്കിയിട്ട് അതും പറഞ്ഞു കൊടുക്കുന്നിരിക്കും. പക്ഷേ ഇത് മുഴുവൻ കോർഡിനേറ്റ് ചെയ്യണം. ആരെയൊക്കെ വയലിൻ കോർഡിനേറ്റ് ചെയ്യണം, വേറെ ബ്രാസ് ബാൻഡ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്വയർ ഉണ്ടെങ്കിൽ, അതൊരു കോറസ് ഉണ്ടെങ്കിൽ, പിന്നെ വെസ്റ്റേൺ വയലിൻ, വിയോല, ചെല്ലോ, ഡബിൾ ബേസ് ഇങ്ങനെ പറയുന്ന ഗ്രൂപ്പ് ഓഫ് സ്ട്രിങ്സ് ഉണ്ടെങ്കിൽ, ഇവരെയൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത് അറേഞ്ചർ അല്ലെങ്കിൽ ഓർക്കസ്ട്രേറ്റർ എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ വെസ്റ്റേൺ മ്യൂസിക് അറിഞ്ഞിരിക്കണം. ഓരോ ഇൻസ്ട്രുമെൻറ്റിനും നൊട്ടേഷൻ എഴുതി വെക്കണം. അപ്പോൾ ഇന്ന ഇൻസ്ട്രുമെൻറ്റ് ഇത് വായിക്കുമ്പോൾ ഗിറ്റാർ എന്ത് വായിക്കും,
അത് ഫ്ലൂട്ട് ഇത് വായിക്കുമ്പോൾ തബല എന്ത് വായിക്കും, മറ്റേതെന്ത് വായിക്കും, എല്ലാം വ്യക്തമായിട്ട് പേപ്പറിൽ എഴുതി കുത്തിയാണ് സ്റ്റുഡിയോയിൽ പോകുന്നത്. അങ്ങനെ ചെയ്യുന്ന ആളുകൾ ഞാൻ പഠിച്ചു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഗോവക്കാർ നല്ല വിവരമുള്ള ആളുകളായിരുന്നു. ദർ വർ ഗ്രേറ്റ് മെൻ ഇൻ ഗോവൻ മ്യൂസിഷ്യൻസ് ഹൂ അസിസ്റ്റഡ് നോർത്ത് ഇന്ത്യൻ മ്യൂസിക് ഡയറക്ടേഴ്സ്. ഇവിടെ സൗത്തിൽ അസിസ്റ്റ് ചെയ്തത് ദേവരാജ മാസിനെയൊക്കെ ഈ കാര്യത്തിൽ അസിസ്റ്റ് ചെയ്തത് R.K. ശേഖർ എന്ന് പറയുന്ന ആളാണ്. അതായത് A.R. റഹ്മാൻ്റെ അച്ഛൻ. അദ്ദേഹം നമ്മുടെ എല്ലാ മലയാളം പാട്ടിനും ഓർക്കസ്ട്ര ഹാൻഡിൽ ചെയ്തത് R.K. ശേഖറാണ്. അങ്ങനെ വന്നപ്പോൾ ബോംബെയിൽ അത് ചെയ്തിരുന്ന ഒരു ഫേമസ് ഒരു ഗൊൺസാൽവസ് ഉണ്ടായിരുന്നു. ആൻ്റണി ഗൊൺസാൽവസ് എന്ന് പറഞ്ഞ ഒരാൾ ഗോവക്കാരൻ, നല്ലൊരു 6 അടി പൊക്കമുള്ള ഒരാൾ. അതുപോലെ ഒരു ചിക്ക് ചോക്ലേറ്റ് എന്ന് പറഞ്ഞ വേറൊരാൾ, അയാളൊരു വാസ് എന്ന് പറയുന്ന VAZ എന്ന് പേരുള്ള സർനെയിമുള്ള ഒരു ഗോവക്കാരനാണ്. അങ്ങനെ പല ഗോവക്കാരും ബോംബെയിലുള്ള പല മ്യൂസിക് ഡയറക്ടേഴ്സിനെയും ഓർക്കസ്ട്രേറ്റ് ചെയ്യാൻ സഹായിച്ചു. അങ്ങനെ അവരുടെ പേർക്കും ഞാൻ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി അവർക്ക് ഇന്ത്യൻ മ്യൂസിക് അറിഞ്ഞുകൂടാ. ആർക്ക്? ഗോവൻ വെസ്റ്റേൺ മ്യൂസിഷ്യന് ഇന്ത്യൻ മ്യൂസിക് ശരിക്കും അറിഞ്ഞുകൂടാ. അപ്പോൾ ഉദാഹരണത്തിന് സരിഗപധസ എന്ന് പറയുന്ന ഈ നമ്മളിതിന് പറയുന്നത് 5 സ്വരങ്ങളുള്ള രാഗം എന്നാണ് പറയുന്നത്. മോഹനം എന്ന് ഇവിടെ പറയും, ഭൂപാളി എന്ന് നോർത്ത് ഇന്ത്യയിൽ പറയും. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ ഗോവക്കാരെന്ത് ചെയ്യും? അപ്പോൾ എൻ്റെ പാട്ടിങ്ങനെ സരിഗപധ എന്ന് പറയുമ്പോൾ അവരുടെ സിസ്റ്റം അനുസരിച്ച് ഈ കോഡ് ഇടും. ആദ്യത്തെ കോഡ് ഇതൊക്കെയാണ്, സരിഗപധ ഇതിട്ടു ഇടും. ഇതാണ് അതിൻ്റെ അകത്ത് സരിഗമ എന്നൊരു സ്വരം വന്നു. പക്ഷേ മാ എന്നുള്ള സ്വരം ഈ രാഗത്തിൽ ഇല്ല, വരാൻ പാടില്ല. അങ്ങനെ അറിയാതെ ഗോവക്കാർ നമ്മുടെ രാഗത്തേക്ക് കുറച്ച് അങ്ങനെ കലക്കി വിട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ മ്യൂസിക് ഡയറക്ടർ ആകുമ്പോൾ ഈ മണ്ഡലത്തിൽ ഞാൻ ചെയ്യരുതല്ലോ. അപ്പോൾ I should go and study Western music properly. And since I know the North Indian classical music ആവശ്യത്തിന് അറിയാവുന്നതുകൊണ്ട് I'll be able to manage them. നൗഷാദ് സാറിനോട് ബൈ പറഞ്ഞ് ഞാൻ എൻ്റെ ചേട്ടൻ അമേരിക്കയിലുണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് അവിടെ പഠിക്കാനൊരു സൗകര്യം കിട്ടി. വെസ്റ്റേൺ മ്യൂസിക് പഠിക്കാൻ പോയി 1969. 1980 ഞാൻ തിരിച്ചു വരുന്നു. പഠനമൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്ന് അപ്പോൾ അമ്മ പറഞ്ഞെടാ നീ കിളവനായി, 40 വയസ്സായി, ഇനി കല്യാണം കഴിക്കണ്ടേ? ഞാൻ പറഞ്ഞു കല്യാണം കഴിക്കണം, എന്ത് ചെയ്യും? അങ്ങനെ ഒരു മൂന്നാന്ന് പറഞ്ഞ് മനസ്സിലാവുക, ഒരു ഇടനിലക്കാരൻ അയാൾ എന്നെ ലോകത്തിലുള്ള പല പെൺകുട്ടികളെയും പോയി കാണിച്ചു. അദ്ദേഹം പറഞ്ഞു ഇവിടെ ഒരു പൈങ്കിളിയുണ്ട്, അവിടെ ഒരു പൈങ്കിളിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് പലരെയും കാണിച്ചു. അവസാനം ഞാൻ അന്വേഷിച്ച് പാലാ വരെ പോയി. പാലായിൽ ചെന്നപ്പോൾ ഒരു വീട്ടിൽ ഒരു പൈങ്കിളി ഇരിക്കുന്നു. ലക്കലി ദിസ് പൈങ്കിളി ഹാഡ് സ്റ്റഡീഡ് എന്താ പറയുക മാസ്റ്റേഴ്സ് ഇൻ ബോട്ടണി, MSc സെയിൻറ്റ് തെരേസാസിനെ പഠിച്ചിരുന്നു. അപ്പോൾ ഷീ നോ സംതിങ് അബൌട്ട് ഞങ്ങളൊക്കെ പറ്റി. അങ്ങനെ ഞാൻ വിചാരിച്ചു ദിസ് ഇസ് എ ഗുഡ് ചോയ്സ്. സോ ഐ മാരീഡ് ഹർ. ദാറ്റ് വാസ് ജോളി ഈന്തുംപ്ലാക്കൽ എന്ന് പറയുന്നൊരു വീട്ടിൽ പേരുള്ളൊരു ഗേൾ. അങ്ങനെ മാരേജ് കഴിഞ്ഞിരിക്കുമ്പോഴാണ് ആരോ പറഞ്ഞു നവോദയ അപ്പച്ചൻ എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ ആലപ്പുഴയിൽ ഒരു പുതിയ സിനിമ എടുക്കാൻ പോവുകയാണ്, അവർക്കൊരു മ്യൂസിക് ഡയറക്ടറൊക്കെ നോട്ടമുണ്ട്. അപ്പോൾ എൻ്റെ സിസ്റ്റർ ജെയിൻ എന്ന് പറയുന്ന എൻ്റെ തൊട്ട് നേരെ താഴെയുള്ള സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് ഒരു ജോസഫ് മാളികക്കൽ, അയാൾ എരമല്ലൂർക്കാരനാണ്. അപ്പോൾ ജോസഫ് പറഞ്ഞു എൻ്റെ ഒരു അങ്കിൾ അദ്ദേഹത്തിൻ്റെ കാര്യസ്ഥനാണ്, അപ്പോൾ അദ്ദേഹം വഴി നമുക്ക് അവിടെ നിന്ന് പോയി ചോദിക്കാം. അങ്ങനെ ജോസഫിൻ്റെ അങ്കിൾ കാര്യസ്ഥൻ വഴി നവോദയ അപ്പച്ചൻ്റെ വീട്ടിൽ ഞങ്ങൾ ചെല്ലുന്നു. അവിടെ ചെന്നപ്പോൾ നവോദയ അപ്പച്ചനെ വളരെ സ്നേഹപൂർവ്വം ഞങ്ങൾ സ്വീകരിച്ചു. അതാണ് എനിക്ക് ഇപ്പോഴും ഒരു അത്ഭുതം തോന്നുന്നത്. ഈ നവോദയ അപ്പച്ചൻ എന്നൊക്കെ പറയുന്ന ആളുകൾ ആർട്ടിസ്റ്റിനെ വളരെയധികം ബഹുമാനിച്ചിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ വരുമ്പോൾ അവർ എഴുന്നേറ്റ് നിൽക്കും, ഞങ്ങൾക്ക് ചോറ് വിളമ്പിത്തരും, കറിയൊക്കെ വിളമ്പിത്തരുന്ന വീട്ടുകാരാണ്, അല്ലാതെ ജോലിക്കാരുടെ തോമാച്ച 2 ചോറ് കൂടെന്ന് പറഞ്ഞ് ഞങ്ങളെ പിടിച്ച് മാറ്റി നിർത്തുന്ന ആ ടൈപ്പ് ആളുകളല്ലായിരുന്നു. അപ്പോൾ ഐ വാസ് സർപ്രൈസ്, ഇവർക്ക് എന്താ ഇങ്ങനെ. എനിവേ അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഉണ്ടടാ വേറൊരു മുറിയിൽ കുറേ ചെറുപ്പക്കാരിയിരിക്കും.
നോക്കിയപ്പോൾ നവോദയപ്പച്ചൻ്റെ മൂത്ത മകൻ ജിജു തലയിലൊരു ടവലൊക്കെ കെട്ടി ഇരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ ഫാസിൽ, ഇവരൊക്കെ കോളേജിലൊപ്പം പഠിച്ചാണ്, SD കോളേജ് സംതിങ്. പിന്നെ ഒരു മധു മുട്ടം, പിന്നെ ആരാണ് സിബി മലയിൽ, ഇവരൊക്കെ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് ആ മുറിയിലിരിക്കുക. പിന്നെ നവോദയപ്പച്ചൻ വിളിച്ചു വന്നു. അപ്പോൾ ഫാസിൽ പറഞ്ഞു, മിസ്റ്റർ അമൽദേവ്, ഡു യു നോ എ സോങ് കോൾഡ് ആപ്കി നസറോനെ സംജാ എന്ന് പറഞ്ഞിട്ട്. ഫാസിലിനിങ്ങനെ ശരിക്കും ട്യൂണിൽ പാടാനുള്ള കഴിവില്ല. അപ്പോൾ അദ്ദേഹം ഒരുപാട് ഫീൽ ചെയ്യുന്നതാണ്, മ്യൂസിക് ഒരുപാട് ഫീൽ ചെയ്യും. അങ്ങനെ എന്തോ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈ പാട്ടല്ലേ അത് മിസ്റ്റർ നോർത്ത് ഇന്ത്യൻ മ്യൂസിക് ഡയറക്ടറിൻ്റെ പാട്ടാണ്. അത് ഞാൻ പാടി. आपकी नजरों ने समझा താനേ നാന, അങ്ങനെ ഒരു പാട്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു, ഇതുപോലൊരു പാട്ട് ഉണ്ടാക്കാം. അതിനോ ഞാൻ പറഞ്ഞു വളരെ ഒരു വർഷമില്ല. ആപ്കി നസറോ നെ സംജാ എന്ന് പറഞ്ഞാൽ മറിച്ചു. ഹിന്ദി അങ്ങനെ തന്നെ പിടിച്ച് മറിച്ചിട്ട്. അപ്പോൾ ഇത്ര ഈസിയാണോ? ആ ലിറിക്സ് കിട്ടിയാൽ നമുക്ക് അത് ഇങ്ങോട്ടും ആകാം അങ്ങോട്ടും ആകാം. ഓ, അന്നൊരു പണി ഇത് ഞങ്ങൾക്കിവിടെ ഒരു കഥയുണ്ട്. അതിൽ ഈ ഒരു ആൾ ജീപ്പ് ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ പുറകിൽ നിന്നൊരു പെൺകുട്ടി വിളിക്കുന്നത് പോലെ അയാൾക്ക് തോന്നണം. അപ്പം ഞാൻ ചോദിച്ചു, എങ്ങനത്തെ വിളിയാണ്? ഏതാ ഔസേപ്പൂട്ടി ഇങ്ങോട്ട് ഓടാ അങ്ങനത്തെ ആണോ? അല്ല അല്ല അങ്ങനെയല്ല, നമുക്ക് വേണ്ടത് ഇങ്ങനെ. അപ്പോൾ ജിജു പറഞ്ഞു, ലൈക്ക് മുക്കുറ്റിപ്പൂവേ അങ്ങനെ ഒരു വിളി വിളിച്ചാൽ മുക്കുറ്റിപ്പൂ ഒരു കുഴപ്പമില്ല. മുക്കുറ്റിപ്പൂവേ മുക്കുറ്റിപ്പൂവേ എന്ന് ഞാൻ തുടങ്ങി. വിളി കൊള്ളാം. ഒച്ചത്തിലായതുകൊണ്ട് ഇവൻ കേൾക്കാൻ വഴിയുണ്ട്, ജീപ്പ് ഓടിക്കാനും പുറകിൽ നിന്ന്. അപ്പോൾ ബിച്ചു അവിടെ ഇരിക്കുന്നത്, ബിച്ചു തിരുമല. ബിച്ചു മുക്കുറ്റിപ്പൂ എന്ന്. ഇവൻ കഥയിലേക്ക് നമുക്ക് വരാം. മുക്കുറ്റിപ്പൂവിനെ നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടത് ഈ കഥയുമായിട്ട് ബന്ധമുള്ള എന്തെങ്കിലും പറയണം, അല്ലെങ്കിൽ പാട്ടിന് അർത്ഥമില്ലല്ലോ. മഞ്ഞണിക്കൊമ്പിൽ ഒരു കിങ്ങിണിത്തുമ്പിൽ താനിരുന്നലിഞ്ഞാടിടുന്നൊരു സുമംഗലിക്കുരുവി. സുമംഗലിക്കുരുവി, അതാണ് കഥയുടെ മർമ്മത്താണ് അദ്ദേഹം കൈവച്ചത്. ആര്? ബിച്ചു തിരുമല. കഥയുടെ മർമ്മം അതാണ്. അത് ഇവള് ഇവിടുത്തെ ഗേൾ പൂർണിമ ജയറാം ഈസ് എ മാരീഡ് വുമൺ ആൻഡ് ദിസ് ചാ ഫാൾസ് ഇൻ ലവ് വിത്ത് ഹർ വട്ടവർ. അങ്ങനെ ആ പാട്ട് എല്ലാവർക്കും ഇഷ്ടമായി. ഞങ്ങൾ ആ പാട്ടങ്ങ് കംപ്ലീറ്റ് ചെയ്തു തുടങ്ങി. അപ്പം ഇങ്ങനെയാണ് നവോദയപ്പച്ചൻ്റെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലേക്ക് കയറി ചെന്നത്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ ആദ്യത്തെ ഒരു മാസത്തോളം ആളുകളില്ലാതെ തിയേറ്ററിൽ കളിക്കേണ്ടി വന്നു. പിന്നെ പാട്ടുകളൊക്കെ കേട്ടിട്ടാണ് ആ സിനിമ വലിയ വിജയമായതെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പാട്ടുകൾ പങ്ക് വഹിച്ച് ചെറിയ പങ്കല്ല വഹിച്ചത്. അതിനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇവർ ഈ ജിജുവും ചെറുപ്പക്കാരെല്ലാം കൂടി നവോദയപ്പച്ചനോട് പറയുമായിരുന്നു, അച്ഛൻ നമുക്ക് ഈ തച്ചോളി അമ്പുവിനൊക്കെ വിടാം, എത്ര നാളായി ഇവരും പൊക്കിക്കൊണ്ട് നടക്കുന്നു, നമുക്ക് സാധാരണക്കാരുടെ വല്ല കഥ പറയാം, വല്ല കോളേജ് കുമാരൻ കുമാരിയൊക്കെ ഹിന്ദിക്കാർ ചെയ്യുന്ന പോലെ. അപ്പോൾ നവോദയപ്പച്ചൻ പറഞ്ഞ ഇടാം മണ്ട, പ്രേം നസീറും ഷീലയൊന്നും ഇല്ലാതെ നമ്മുടെ സിനിമ കാണാൻ ആരും വരെയൊന്നും പോകുന്നില്ല. എന്നാലും നിൻ്റെ ക്യൂരിയോസിറ്റിക്ക് വേണ്ടി ഒരു ചെറിയ പടം ഉണ്ടാക്കാം എന്നും പറഞ്ഞ് അങ്ങനെയാണ് അവർ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലേക്ക് സമ്മതിച്ചത്. ഇൻഫാക്ട് സിനിമ റിലീസ് ചെയ്തിട്ട് ആരും വന്നില്ല കാണാൻ. ഇപ്പം ആരാണ്? ശങ്കർ, ഏതവനാണ് ശങ്കർ, പൂർണിമ, എൻ്റെ അമ്മ ആരാ പൂർണിമ? അത് കാണാൻ വലിയ മെച്ചമില്ല. പൂർണിമ അങ്ങനെ നമ്മൾ അതിസുന്ദരികളൊന്നും അല്ല, സുന്ദരി. പിന്നെ അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ അതൊന്നും ഇല്ലല്ലോ, ആരും വന്നില്ല. അപ്പോൾ നവോദയപ്പച്ചൻ എല്ലാ സിനിമാശാലകളിലെ ആളുകളോടും പറഞ്ഞു, അവരോടമസ്ഥനോട്, ഇത് ഓടിച്ചോ, ഞാൻ കാശ് തന്നേക്കാം, ഓരോ ഷോയിന് എത്ര രൂപ വെച്ച് തന്നെ. അതിൻ്റെ കൂടി ഈ പാട്ടുകളൊക്കെ എടുത്ത് ആ വൈനിൽ റെക്കോർഡ്, വൈനിൽ എന്നാണ് പറയുന്നത്, വെനിലല്ല വൈനിൽ, ആ അരക്കിൻ്റെ പേരാണ് വൈനിൽ. വൈനിൽ റെക്കോർഡ് എടുത്ത് ഈ കോളാമ്പിക്കാർക്ക് എല്ലാവർക്കും കേരളം മുഴുവൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അങ്ങനെ ഈ പാട്ട് കേരളം മുഴുവൻ കേട്ടു. അപ്പോൾ ആളുകൾ ഇത് ഏത് പാട്ടാണ് നമ്മളിത് ഇങ്ങനത്തെ പാട്ട് കേട്ടിട്ടില്ല, ഇവിടെ നിന്ന് അങ്ങനെ ചോദിച്ച് 35 ദിവസം കഴിഞ്ഞപ്പോഴാണ്
സിനിമാ ഹാളിലേക്ക് ആളുകൾ വരാൻ തുടങ്ങിയത്. അതാണ് അതിൻ്റെ പുറകിലുള്ളത്. 35 ദിവസം. 35 ദിവസം. ആ, നവോദയ അപ്പച്ചൻ്റെ കഴിവാണത്. ഒരു 4 പതിറ്റാണ്ട് മുന്നേ ഇറങ്ങിയൊരു പാട്ട് മലയാളികൾ ഇന്നും പ്രായഭേദമന്യേ പാടി നടക്കുന്ന ഒരു പാട്ടാണ്. അപ്പം ഒരു എന്താ പറയാ 40 വർഷം പിന്നിട്ടിട്ടും അതിന്റെ പുതുമ നഷ്ടപ്പെട്ടിട്ടില്ല അതുവരെ. 1000 കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, നോക്കെത്താ ദൂരത്ത് കണ്ടു നട്ടല്ലേ പാട്ട്. വീണ്ടും ഫാസിൽ സാറിന്റെ കൂടെ ഒരുമിച്ചൊരു സിനിമ കൂടെയാണ്. ആ പാട്ട് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് അറിയാൻ കൗതുകം ഉണ്ട്. 1000 കണ്ണുമായി എന്നുള്ള പാട്ടിൻ്റെ ഹൃദയം അതിൻ്റെ ട്യൂണല്ല, അതിൻ്റെ വരികളാണ്. ഇപ്പോൾ 1000 കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ എന്ന് പറയുന്നതിന് പകരം അമ്മായി എൻ്റെ അടുത്ത് വന്നു എന്ന് അപ്പൻ ചുട്ടു എന്നൊക്കെ പറഞ്ഞാൽ ആ പാട്ട് എങ്ങനെ ഇരിക്കുമായിരുന്നു? അമ്മായി ചുട്ടപ്പം, അങ്ങനെ ഒരു പാട്ട് ബിച്ചു എഴുതിയിരുന്നെങ്കിൽ ഇതാരെങ്കിലും ഓർക്കുമോ ഈ പാട്ട്? ഇല്ല സാർ. നമ്മുടെ ജീവിതത്തിൽ അതിനോട് എന്തെങ്കിലും ഒരു കണക്ഷൻ ഉള്ളത് കൊണ്ടാണ് ആ പാട്ട് ഇത്രയും ഭയങ്കരമായിട്ട് നമ്മളെല്ലാം പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അതെൻ്റെ മ്യൂസിക് അതിൻ്റെ അകത്തൊന്നുമില്ല. 1000 കണ്ണുകളുടെ മ്യൂസിക് ലാ 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 ഒന്ന് ഏത് കൊച്ചിനും പാടാമല്ലോ ലാ ലാ ലാ. അല്ലാതെ പ്രമദമനം വീണ്ടും അതൊന്നും അതിൻ്റെ അതില്ല. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ട്യൂൺ, അതിമനോഹരമായ ലിറിക്സ്, ആ സിനിമയായിട്ട് ബന്ധമാണ്. അതുകൊണ്ട് ആ പാട്ടങ്ങ് എല്ലാവരും ഉള്ളിൽ. ഇപ്പോൾ എന്നോട് എത്രയോ ആളുകളാണ് പറയുന്നത്, എൻ്റെ കൊച്ച് ആ പാട്ട് കേൾക്കാതെ ഉറങ്ങില്ല. അതിൽ വേറെ ആൾ പറയും, ഓ ആ പാട്ട് കേട്ട എൻ്റെ അമ്മ എപ്പോഴും കണ്ണുനീര് തുടക്കും. എന്താണെന്ന് ഒരു പിടുത്തില്ല. അപ്പോൾ ഇത് ഞങ്ങളങ്ങനെ തലകുത്തിന്ന് ഉണ്ടാക്കിയ പാട്ടൊന്നും അല്ല. പക്ഷെ ആ പാട്ടിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ആ പാട്ടുണ്ടായത് സിമ്പിൾ. ഞങ്ങൾ ബ്രദേഴ്സ് ഹോട്ടൽ എന്ന് പറയുന്ന ഒരു ഹോട്ടൽ ആലപ്പുഴയിൽ ഫാസിൽ വന്നു. ഞങ്ങളവിടെ ഇരുത്തി, ഞങ്ങളെന്ന് വെച്ചാൽ ബിച്ചുവിനെ എന്നെയും വിളിച്ചിരുത്തിയിട്ട് കഥയൊക്കെ പറഞ്ഞ് അമ്മമ്മയും കൊച്ചുമോള് അതാണ് ഇതാണ്. ഈ പാട്ട് 2 വിധത്തിൽ, ഒന്ന് ഹാപ്പി ആയിട്ട് വേണം, പിന്നെ സാഡായിട്ട് പിന്നീട് ഉപയോഗിക്കുന്നത്. കൊച്ചുമോൾ മരിക്കും, അപ്പോൾ അത് വേണം. പിന്നെ ഇത് ആരെങ്കിലും കേട്ടാൽ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ അവർക്ക് ഓർമ്മ വേണം, അങ്ങനെയും വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഫാസിൽ പോയി. ഞാനും ബിച്ചും കൂടി ഇങ്ങനെ എന്തു ചെയ്യും എന്നും പറഞ്ഞിങ്ങനെ ലഭ്യരായിട്ടിരിക്കുക. അപ്പോൾ അവിടെ എങ്ങനെയോ ആ ബ്രദേഴ്സ് ഹോട്ടൽ മുറിയിലാണ്. അവിടെ മേശപ്പുറത്ത് തടിയൻ പുസ്തകം, ബിച്ചുവിൻ്റെ കൈ അതിൽ മുട്ടാനിടയായി. പുസ്തകം നോക്കിയപ്പോൾ ചങ്ങമ്പുഴയുടെ കൃതികൾ. ആ മുറിയിൽ ആ പുസ്തകം വരേണ്ട ഒരു കാര്യമില്ല. കാരണം ആ മുറിയിൽ തലേ രാത്രിയുടെ കാളിൻ്റെ മണവും സിഗരറ്റ് വലിച്ചതിൻ്റെ മണം മാത്രമേ ആ മുറിയിലുള്ളൂ. അവിടെ ആരുടെ ഈ സാഹിത്യകാരൻ ഈ പുസ്തകം കൊണ്ടുവന്ന് വെച്ചത്? ഒരു അത്ഭുതമായിട്ട് തോന്നി. ഇപ്പോൾ ബിച്ചത് തുറന്നു നോക്കിയപ്പോൾ ചങ്ങമ്പുഴയുടെ പാട്ടുകൾ. ഓ, കവിത വേറെ, ചങ്ങമ്പുഴയുടെ പാട്ടുകൾ വേറെ. അതിൻ്റെ അകത്തൊരെണ്ണം ശ്യാമളേ ശ്യാമളേ സംതിങ് സംതിങ് ശ്യാമളേ. അപ്പോൾ ബിച്ചു പറഞ്ഞു ഇതിൻ്റെ അകത്ത് നൊസ്റ്റാൾജിയ എന്ന് പറയുന്ന സാധനമുണ്ട്. അപ്പോൾ ബിച്ചു ഞങ്ങളോട് പറഞ്ഞില്ല, ആരെങ്കിലും കേൾക്കുമ്പോൾ അവർക്ക് നൊസ്റ്റാൾജിയ, ഗൃഹാതുരത്വം തോന്നണം. അപ്പോൾ പറഞ്ഞു ഇതിൻ്റെ അകത്ത് ചങ്ങമ്പുഴയ്ക്ക് എന്തോ ഗൃഹാതുരത്വമുള്ള പോലെ തോന്നുന്നു. ഏതോ ഒരു ശ്യാമളയെ പറ്റിയുള്ള ഓർമ്മകൾ, ശ്യാമളേ ശ്യാമള. അപ്പോൾ ബിച്ചു തന്നെ എനിക്കിങ്ങനെ ശ്യാമളേ പറഞ്ഞാൽ ശ്യാമളേ നമുക്ക് കഥയിലേക്ക് വരണ്ടേ. 1000 കണ്ണുമ, അങ്ങനെയാണ് ആ പാട്ടുകൾ. ഏകദേശം ഇപ്പോൾ 40 വയസ്സ് കഴിഞ്ഞു നമ്മുടെ ആ സിനിമയ്ക്കും പാട്ടിനും ഒക്കെ. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ആ പാട്ടിലൂടെ ഒരു ബ്രേക്ക് കിട്ടിയ വേറൊരാളുകൂടെ ഉണ്ട്, ചിത്ര ചേച്ചി, KS ചിത്ര. ചിത്രാമ്മ എങ്ങനെയാണ് ആ സിനിമയിലേക്ക് ആ പാട്ടിലേക്ക് വരുന്നത്? വളരെ സിമ്പിൾ. ഞങ്ങൾ മാമാട്ടിക്കുട്ടി എന്ന് പറയുന്ന, മാമാട്ടിക്കുട്ടി അമ്മയ്ക്ക് എന്ന് പറയുന്ന സിനിമ നവോദയ അപ്പച്ചൻ എടുക്കാനിടയായി. അപ്പോൾ ആ സന്ദർഭത്തിൽ അവർക്ക് ബഡ്ജറ്റ് ചുരുക്കി സിനിമ എടുക്കണം. എല്ലാം പോയി മദ്രാസിൽ പോയി ദൂരം കാശിലാവും, ഡബിൾ. ഇവരെയൊക്കെ വിളിച്ചിട്ട് അങ്ങോട്ട് പോകണം, അവിടെ താമസിക്കണം, അവിടെ എല്ലാം ചെയ്ത് പിന്നെ എല്ലാം വലിച്ചു കയറ്റി ഇങ്ങോട്ട് കൊണ്ടുവരണം.
അപ്പോൾ എന്നോട് നവോദയ പറ്റൻ പറഞ്ഞു, ജെറി നമുക്ക് റെക്കോർഡിങ് ഒക്കെ നമുക്ക് തിരുവനന്തപുരത്ത് തന്നെ ചെയ്യാം, അതിനുള്ള വഴി എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എറണാകുളത്ത് കുറേ നല്ല മ്യൂസീഷ്യൻസ് ഉണ്ടല്ലോ, ഇവിടെ ജെർസപ്പനുണ്ട്, ബേണി ഇഗ്നേഷ്യസ് ഉണ്ട്, അവരൊക്കെ മ്യൂസീഷ്യൻസ് ചെറുപ്പക്കാർ കോളേജിൽ പഠിക്കുന്ന കാലത്ത്. അതുപോലെ നല്ല ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്നവരൊക്കെ ഒരുപാട് ഇവിടെയുണ്ട്. പിന്നെ തിരുവനന്തപുരത്ത് നല്ല മ്യൂസീഷ്യൻസ് ഉണ്ട് പലരും. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ വയലിൻ വായിച്ചിരുന്ന പിന്നീട് മ്യൂസിക് ഡയറക്ടറായ അയാളുടെ പേര് എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. അങ്ങനെ പലരും തിരുവനന്തപുരത്തുണ്ട്. പിന്നെ തിരുവനന്തപുരത്ത് വിമൻസ് കോളേജ് ഉണ്ടല്ലോ, നല്ല ഒന്നാന്തരം പാട്ടുകാർ അവിടെയുണ്ട്. ചിത്രയും അരുന്ധതിയൊക്കെ അവിടെ നിന്ന് പഠിച്ച് പാസ്സായ ആളുകളാണ്. പിന്നെ MG രാധാകൃഷ്ണനുണ്ട്, രാധാകൃഷ്ണൻ്റെ സിസ്റ്റർ ഓമനക്കുട്ടി, പ്രൊഫസർ ഓമനക്കുട്ടി ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ. അങ്ങനെ പല തിരുവനന്തപുരം ഒരു ആർട്ടിൻ്റെ കേദാരമാണ്. അപ്പോൾ ഇവിടെയും നല്ല കഴിവുള്ള ആളുകളുണ്ട്. കൊച്ചി നമുക്ക് ഇവരെല്ലാം കമ്പൈൻ ചെയ്തിട്ട് യേശുദാസിൻ്റെ സ്റ്റുഡിയോയിലിട്ട് നമുക്കൊരു കൈ നോക്കാമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണ് പാട്ടുകൾ, മാമ്മട്ടിക്കുട്ടിയമ്മയുടെ പാട്ടുകൾ തിരുവനന്തപുരത്ത് എടുക്കാനിടയായത്. അതിനു മുമ്പ് ദേവരാജൻ മാസ്റ്ററോ വേറെ ആരെങ്കിലുമൊക്കെ വന്നാലും അവരെല്ലാവരും ഈ വായിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്നവരെയൊക്കെ മദ്രാസിൽ നിന്ന് കൊണ്ടുവന്ന് അവരെ കൊണ്ടായിരുന്നു ജോലി. ഇപ്പോഴത്തെ ഈ പിള്ളേർക്കൊന്നും അവർക്ക് നന്നായിട്ട് അറിയാമെന്നാലും സ്റ്റുഡിയോയിൽ എങ്ങനെ വായിക്കണമെന്നൊന്നും ആർക്കും പരിചയമില്ല. അതുകൊണ്ട് അവരെയൊക്കെ ഒന്ന് വായിപ്പിച്ച് പരിചയിപ്പിച്ച് പേടിയൊക്കെ മാറ്റിയെടുത്തിട്ട് കൈ കാണിക്കുമ്പോൾ തുടങ്ങണം, അവർ കൈ കാണിക്കുമ്പോൾ നിർത്തണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ റെക്കോർഡിങ്ങിന് ആവശ്യമായ വിധത്തിലൊക്കെ കാര്യങ്ങൾ സംഘടിപ്പിക്കാൻ പറ്റി. അതിനെന്നെ സഹായിക്കും, പലരും സഹായിച്ചിട്ടുണ്ട്. അതിലൊരാളാണ് TS രാധാകൃഷ്ണൻ, ഈ ഭജനയൊക്കെ വായിക്കുന്നത് TSR. അവിടെ പിന്നെ തിരുവനന്തപുരത്തും ഒരു മ്യൂസിക് ക്ലബ്ബുണ്ടായിരുന്നു, അതിൻ്റെ ലീഡേഴ്സും പലരും എന്നെ സഹായിച്ചു. അങ്ങനെ തിരുവനന്തപുരത്ത് ആദ്യം പാട്ട് ഈ അവിടെ വെച്ചാണ് ഈ ആളൊരുങ്ങി അരങ്ങൊരുങ്ങി എന്നുള്ള പാട്ടിനെ പറ്റി ഉള്ള ഡീൽ വന്നത്. അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ച ജാനകിയമ്മ അത് പാടും. അപ്പോൾ അതേപോലെ അയ്യോ ജാനകിയമ്മയ്ക്ക് എയർ ഫെയർ കൊടുക്കണം, അവരെ 5 സ്റ്റാർ ഹോട്ടലിൽ താമസിപ്പിക്കണം. അപ്പോൾ പിന്നെ മദ്രാസിൽ നിന്ന് ഇവിടെ നിന്ന് പാടുമ്പോൾ അവർക്ക് ചാർജ് ഡബിളാവും. 1000 രൂപയാണെങ്കിൽ 2000 രൂപ കൊടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊന്ന് MG രാധാകൃഷ്ണൻ്റെ റെക്കോർഡിങ്ങിന് പോയപ്പോൾ അവിടെ 2 പെൺകുട്ടികൾ വളരെ നന്നായിട്ട് പാടി. ഒരു പെൺകുട്ടിയുടെ പേര് അരുന്ധതി, മറ്റേ കുട്ടിയുടെ പേര് ചിത്ര. അരുന്ധതിക്ക് ഫസ്റ്റ് പ്രൈസും ചിത്രയ്ക്ക് സെക്കൻഡ് പ്രൈസും യുവജനോത്സവത്തിന് കിട്ടിയിരിക്കുന്ന കാലമാണ്. അപ്പോൾ അവരെ തിരുവനന്തപുരത്തുകാർ. അപ്പോൾ MG രാധാകൃഷ്ണൻ അവരെ 2 പേരും ഉപയോഗിച്ചിട്ട് ഒരു തിര പിന്നെയും തരാമെന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി അവരെ കൊണ്ടൊരു ഡുവറ്റ് പാടിച്ചപ്പോൾ ഞാൻ സ്റ്റുഡിയോയിലുണ്ടായിരുന്നു. അപ്പോൾ അരുന്ധതിക്ക് ഭയങ്കര പവർഫുൾ വോയിസാണ്. പാടുമ്പോൾ ആ നീഡിൽ, മെഷീൻ്റെ നീഡിൽ ചുമപ്പിലേക്ക് പോകും. നന്നായിട്ട് പാടും, നല്ല സ്വരമൊക്കെയാണ്. പക്ഷേ ഇങ്ങനൊരു പ്രോബ്ലം. അപ്പോൾ അരുന്ധതിയെ കുറച്ച് മാറ്റി നിർത്തിച്ച് വേണം പാടിക്കാൻ, അല്ലെങ്കിൽ ഡിസ്റ്റോർട്ടഡ് സൗണ്ട് വരും. പക്ഷേ ഈ മറ്റേ കുട്ടി പാടുമ്പോഴൊക്കെ കറക്റ്റായിട്ട് ആ മീറ്ററിൻ്റെ ഒരു 0 ഉണ്ട്, അവിടെ പോയി നിൽക്കും. ചുമപ്പിലേക്ക് ഈ നീഡിൽ പോവില്ല. സ്വരത്തിൽ പാടിയാലും താഴ്ത്ത് പാടിയാലും ഇവനിങ്ങിടുങ്ങിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ആ ചിത്ര എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ കൈ നോക്കാം. അങ്ങനെ ചിത്രയെ വിളിപ്പിച്ചു, ചിത്രയെ കൊണ്ട് പാട്ട് പാടി പഠിപ്പിച്ചു. അങ്ങനെയാണ് ആളൊരുങ്ങി അരങ്ങൊരുങ്ങിയിട്ട് ചിത്ര. അതിനുശേഷമാണ് നമ്മുടെ പാട്ടിലേക്ക് വരുന്നത്. ചിത്ര വന്നു, ചിത്രയെ കൊണ്ട് പാടിച്ചു. ഷീ സാങ് വെരി വെൽ. അന്ന് ചിത്രയ്ക്ക് 19 വയസ്സേ ഉള്ളൂ. ഇന്നും ചിത്രയ്ക്ക് എന്നോട് 19 വയസ്സുകാരിയുടെ ആ മനോഭാവമാണുള്ളത്. യാതൊരു ഷോയും ഇല്ല, ഒന്നുമില്ല, ഞാൻ വലിയ പാട്ടുകാരിയാണ്, അങ്ങനെയൊന്നുമില്ല. ഇത് സിമ്പിൾ ഗേൾ. ഷീ കണ്ടിന്യൂസ് ടു ബി എ സിമ്പിൾ പേഴ്സൺ. 1000 കണ്ണുമായി ഇന്നും ഒരുപാട് പേര് എടുത്ത് പാടുന്നൊരു പാട്ടാണ്. ഈ കവർ സോങ് എന്നുള്ള പേരിൽ വികലമാക്കിയിട്ട് പലരും പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. ഐ എം ഗ്ലാഡ് യു യൂസ് ദാറ്റ് വേർഡ്, വികലമാക്കുക. അതായത് വിവരമില്ലാത്ത ആളുകൾ, ഞങ്ങൾ ഒരുപാട് വിഷമിച്ച് ഇന്ന പാട്ടിന് ഇങ്ങനെ വേണം അങ്ങനെ വേണമെന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കി ഈ പാട്ടിനെ എടുത്തിട്ട് പിള്ളേർ ചുമ്മാ കുങ്കുടു കുങ്കുടു എന്ന് അവരുടെ കയ്യിലും വായിലും വരുന്ന പോലെ അങ്ങ് വായിച്ചിട്ട് അതിൻ്റെ ഒരു ഓമന പേര് കൊടുക്കുകയാണ്. എന്താണ് കവറിന്? എന്ത് മാങ്ങത്തിലേ അത് കവറോ? എനിക്കറിഞ്ഞൂടാ. അങ്ങനെ പലരും വികലമാക്കുന്നുണ്ട്. ശരിയാണ്, പാട്ട് പാടുന്നവരൊക്കെ. പക്ഷേ അതിൻ്റെ പുറകിൽ വായിക്കുന്ന ഓർക്കസ്ട്രേറ്റേഴ്സ്, ഇൻസ്ട്രുമെൻറ്റ് വായിക്കുന്നവർക്കൊന്നും യാതൊരു ബോധമില്ല.
അവർ വലിയ ആളാണെന്ന് കാണിക്കാൻ എന്താണെന്ന് അറിഞ്ഞോളൂ, വിവരമില്ലായ്മയാണ് അത് ഉള്ളത്. അപ്പോൾ ഉള്ളത് പറയാൻ നോക്കില്ല. ഇവർ കൊച്ച് കത്തിയെടുത്ത് കൈമുറിക്കാൻ പോകുമ്പോൾ അതിൽ ആ കൊച്ച് കളിക്കാന്ന് പറഞ്ഞ് അവളെ സുഖിപ്പിക്കുന്നത് തെറ്റിക്കുകയാണ്. കത്തിയെടുത്ത് മാറ്റണം. ഇപ്പോൾ ഇവരൊക്കെ ചെയ്യുന്ന ഈ ഖബർ നമ്പറും ചെയ്യുന്നത് ഈ പാട്ടിനെ കത്തി കൊണ്ട് കുത്തുകയാണ്. അതെടുത്ത് മാറ്റിച്ചേക്കാം. അത് ധൈര്യമായിട്ട് ആരെങ്കിലും തുറന്ന് പറയണം. കാരണം ശ്രീരാഗമോ എന്നുള്ള ശരത് സാറിന്റെ പാട്ടൊക്കെ ഇപ്പം പലരും പാടിയിട്ട് അറ്റം വികലമാക്കിയിട്ടുണ്ട്. അതുപോലെയായിരുന്നു നോക്കത്ത ദൂരത്ത് കണ്ടു നട്ടില്ല. ആബ്സല്യൂട്ട്ലി. സാറിന്റെ ഗാനങ്ങൾ അങ്ങനെ വികലമായിട്ട് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു മനസ്സിലുണ്ടാവും. വലിയ സങ്കടമാണ് സാർ. ഈ പിള്ളേരോട് ആരും ഒന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. പിള്ളേർ ആരോടൊന്നും ചോദിക്കുന്നില്ല ഇതെന്താ എങ്ങനെയാണെന്ന് എല്ലാവരും 1-2 കോഡ് പഠിച്ചു, അല്ലെങ്കിൽ ഒരു പിയാനോ കൈവച്ച് ഇങ്ങനെ 2 കുത്തി ഉടനെ അവൻ സ്റ്റേജിൽ കയറി ഹൂന്ന് വന്നത് ഫോട്ടോ എടുക്കാനും ക്യാമറയിൽ കൂടി നിങ്ങളെപ്പോലെ ക്യാമറയിൽ കൂടി കാണിക്കാനായിട്ട് ഒരുപാട് മണ്ടന്മാർ, ഒരുപാട് ചാനൽസ്, ഒരുപാട് വർഷമായത്. ഇത് ലാക്ക് ഓഫ് വാല്യൂസ്. നമ്മുടെ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ വന്നിരിക്കുന്ന മൂല്യച്യുതി എന്ന് പറയുന്നൊരു സാധനമുണ്ട്. വാല്യൂ, വാട്ട് ഈസ് എ സോങ്, വാട്ട് ഈസ് മ്യൂസിക്, വാട്ട് ആർ ഇൻസ്ട്രുമെൻറ്റ്സ്, വാട്ട് ഈസ് ഇമോഷൻ, ഇതൊന്നും ആരും ചിന്തിക്കില്ല. എന്തെങ്കിലും സ്വരം ഉണ്ടാക്കി വിട്ടാൽ പാട്ടായെന്നുള്ള തെറ്റിദ്ധാരണ. ഫാസിൽ സാറിനോടുള്ള 3ാമത്തെ സിനിമയായിരുന്നു എൻ്റെ മാമാട്ടി കുട്ടിയമ്മയ്ക്ക്. അതിലും സംഗീതത്തിന് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. ഇപ്പം കണ്ണോട് കണ്ണോരം, അതുപോലെ ഇപ്പം സാറ് പറഞ്ഞ മാതിരി ആളൊരുങ്ങി അരങ്ങൊരുങ്ങി. പക്ഷെ ആളൊരുങ്ങി അരങ്ങൊരുങ്ങി എന്നുള്ള ഗാനത്തിന്റെ വരികൾ വളരെ ലളിതമാണ്, ആർക്കും പാടാൻ പറ്റുന്ന രീതിയിൽ. അങ്ങനെ ചിട്ടപ്പെടുത്തി എടുക്കാനുണ്ടായ അതിനൊരു ബാക്ക് സ്റ്റോറി ഉണ്ടാവുമല്ലോ. അത് ബിച്ചുവിനോട് ചോദിക്കുന്നു സാർ. എനിക്കതിൽ പങ്കില്ല. ഞാനിതിനെ ട്യൂൺ പറയുന്നത് ബിജു തിരുമല 1-ാം തരം പാട്ടുകാരൻ കൂടിയാണ്, നന്നായിട്ട് പാടും. ഞാൻ പറയുന്ന ട്യൂൺ ആദ്യം മൂളിയിട്ട് അദ്ദേഹം അതിനനുസരിച്ച വഴി. അവിടെയാണ് കഴിവ് ബിച്ചു. ഇപ്പം ഓരോ കൂട്ടുകെട്ടുണ്ട് മലയാള സിനിമകളിൽ. ഈ ഗിരീഷ് പുത്തഞ്ചേരി, വിദ്യാസാഗർ എന്നൊക്കെ പറയുന്ന പോലെ സാറും ദാസ് സാറും ഒരുപാട് ഗാനങ്ങൾ ഒരുമിച്ചിട്ടുണ്ട്. ദാസാറായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് ശരിക്കും? യേശുദാസും ഞാനും തമ്മിൽ ഞങ്ങളൊരു നാട്ടുകാരാണ്. ഞാനും യേശുദാസും ജനിച്ചത് കൊച്ചി സൈഡിലാണ്, ഫോർട്ട് കൊച്ചിയിൽ. അപ്പോൾ എന്നെക്കാലം 6 മാസം ഇളയതാണ് യേശുദാസ്. അപ്പോൾ ഞങ്ങൾ ചെറുപ്പത്തിൽ കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ യേശുദാസിനെ ആദ്യമായിട്ട് കാണുന്ന 1978 ന്യൂയോർക്കിൽ വെച്ചാണ്. അവിടെ ഞാൻ മ്യൂസിക് പഠിച്ച് നടക്കുന്ന കാലത്ത് യേശുദാസിനെ ഇവിടെ നിന്ന് ഒരാൾ അവിടെ ഗാനമേളയ്ക്ക് കൊണ്ടുപോയി. അങ്ങനെ ന്യൂയോർക്ക് സിറ്റിയിൽ ഒരു എന്താ പറയുക ടൗൺ ഹാൾ എന്ന് പറഞ്ഞൊരു മുനിസിപ്പാലിറ്റിക്കാർ നല്ല ഹാളുണ്ട്. അവിടെ വെച്ച് ഞാൻ യേശുദാസിനെ കാണാം. അപ്പോൾ അന്ന് മുതൽ ഞാൻ യേശുദാസിനോട് പറഞ്ഞു എനിക്ക് കുറേ ഹിന്ദി പാട്ടൊന്ന് റെക്കോർഡ് ചെയ്യണം. 8 ഹിന്ദി പാട്ട്. അതിന് ഞാൻ മദ്രാസിലേക്ക് വരട്ടെ എന്ന് ചോദിച്ചു. യേശുദാസ് പാടുമോ എന്ന് ചോദിച്ചു. അദ്ദേഹം സമ്മതിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിൽ അദ്ദേഹത്തിനെ കൊണ്ട് പാടിക്കാനായിട്ട് ഞാൻ ന്യൂയോർക്കിൽ നിന്ന് മദ്രാസിൽ വന്നിട്ട് തരംഗിണി സ്റ്റുഡിയോ മദ്രാസിലുണ്ട്. അവിടെ 8 ഹിന്ദി പാട്ടുകൾ യേശുദാസിനെ കൊണ്ട് പാടിച്ചു. അതായിരുന്നു ആദ്യത്തെ വർക്ക്. അത് കഴിഞ്ഞ് ഞാൻ മടങ്ങിപ്പോയിട്ട് അപ്പോൾ ഞങ്ങൾ ബന്ധമുണ്ടായി. പാട്ട് പഠിപ്പിക്കുന്നു, അദ്ദേഹം പാടുന്നു, റെക്കോർഡ് ചെയ്യുന്നു. അങ്ങനെ പിന്നെ ഇവിടെ സിനിമ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ തുടങ്ങി. പിന്നെ യേശുദാസ് അല്ലാതെ വേറെ ആർക്കും വേറെ ചിന്തയില്ലല്ലോ. യേശുദാസിനെ വിളിക്കുന്നു, പാട്ട് പഠിപ്പിക്കുന്നു, പാടുന്നു, അദ്ദേഹം പോകുന്നു, ഞാൻ പോകുന്നു. അല്ലാതെ ഞങ്ങൾക്ക് അദ്ദേഹം ഭയങ്കര ബിസി ആയിരുന്നല്ലോ. വേറെ പോയിന്റ്, യേശുദാസ് മലയാളം സിനിമയിൽ എന്നേക്കാൾ 17 വർഷം സീനിയറാണ്. 1963 യേശുദാസ് മലയാളം സിനിമയിൽ കയറി. ഞാനെന്നാ കയറുന്നത് 80. 63 73 എത്ര കൊല്ലം വ്യത്യാസമാണ്? 17 വർഷം. അപ്പോൾ ഹീ സീനിയർ ടു മീ. ആ കാര്യം ഞാൻ ഒരിക്കലും മറന്നിട്ടില്ല. യേശുദാസ് ഈസ് മ്യൂസിക്കലി ഇൻ മലയാളം സിനിമ ഹീ ഈസ് എ ജയൻറ്റ് ആൻഡ് എ വെരി സീനിയർ മാൻ. അപ്പം ഞാൻ ഈ ആദ്യമായിട്ട് കയറി വന്നിട്ട് യേശുദാസ് ഒന്നുമില്ല അങ്ങനെ പറയുന്നത് മണ്ടത്തരമല്ല. സോ ഞങ്ങളുടെ റിലേഷൻഷിപ്പ് വാസ് സം വാട്ട് സ്ട്രെയിൻഡ്. ഒരു കാലഘട്ടത്തിൽ ഒരു ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായി. ആരോ പറഞ്ഞു യേശുദാസിനോട് പറഞ്ഞു, ജെറി പറഞ്ഞു യേശുദാസിന് പെണ്ണുങ്ങളുടെ സ്ഥലമാണ്. ഏത് മരക്കോന്ന് പറയും ഞാനിങ്ങനെ പറഞ്ഞു. അത് പാവപ്പെട്ട യേശുദാസ് ഏതോ തെറ്റായ സമയത്ത് അത് വിശ്വസിച്ചു. ജെറി അങ്ങനെ പറഞ്ഞു, എങ്കിൽ ഞാൻ ജെറിക്ക് വേണ്ടി പാടില്ല എന്ന് പറഞ്ഞു. നിശ്ചയപ്പെട്ടു. പിന്നെ അത് നവോദയ പറ്റിന് ഇടപെട്ട് ശരിയാക്കി. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ എല്ലാ മെയിൻ പാട്ടും പാടിയിരിക്കുന്ന ആരാ? പെണ്ണിൻ്റെ ചെഞ്ചുണ്ടിൽ പുഞ്ചിരി പൂത്തു.
നമ്മുടെ ഗുരുജി ഒരു വാക്ക് സാർ അന്ന് വരെ ചെയ്ത പാട്ടുകളൊന്നും അല്പം വ്യത്യസ്തമായിരുന്നു. ഒരു ലാസ്യം നിറഞ്ഞിട്ടുള്ള വരികളും ഒക്കെ ആയിരുന്നു. പീലു രാഗം തന്നെയായിരുന്നു അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. പീലു രാഗം തന്നെയായിരുന്നു അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പീലു രാഗമൊന്നുമല്ല, രാഗമേ അല്ല, അതൊരു നാടോടി പാട്ടിൻ്റെ അതിൻ്റെ കഥ ഞാൻ പറയാം. ഞാൻ ബിച്ചുവിനോട് പറഞ്ഞു, ബിച്ചു തിരുമലയാണ് എൻ്റെ ആൾ. അത് ഞാൻ ബിച്ചുവിനോട് പറഞ്ഞു, ഇതിപ്പോൾ ഇവർക്ക് വേണ്ടതൊരു നാടൻ പാട്ടിൻ്റെ വേണമെന്ന് വേണു നാഗവള്ളി അതിൻ്റെ ഡയറക്ടർ എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞു, ഞാനിവിടെ നാടൻ പാട്ടൊന്നും എനിക്ക് പ്രശ്നമില്ല. ബിച്ചുവിൻ്റെ നാട് ഈ തിരുമല എന്ന് പറഞ്ഞാൽ അവിടെ വല്ല നാട്ടുകാരുടെ പാട്ടോ ഇങ്ങനെ ആളുകൾ ഈ വയലിൽ ഞാറ് നടുമ്പോഴൊക്കെ ഒരുതരം പാട്ട് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ആ ഉദാഹരണത്തിന് പറഞ്ഞാൽ. അപ്പോൾ എനിക്കൊന്ന് ട്യൂൺ മൂളി തന്നു. ബിച്ചുവാണ് ആ ഒന്നാമത്തെ പല്ലവിയുടെ ആരംഭം കുറിച്ചത്. എന്നിട്ട് പെണ്ണിൻ്റെ ചെഞ്ചുണ്ടിൽ പുഞ്ചിരി പൂത്തു എന്ന് പറഞ്ഞു. ബിച്ചുവാണ് അതിൻ്റെ ആൾ. ഞാനതിൻ്റെ പാലയെ പിടിച്ച് അങ്ങ് പോയി. അപ്പോൾ ആ വ്യത്യാസം വ്യക്തമാണ്. ആയിരം കണ്ണുമായി എവിടെ ഇരിക്കുന്നു, പെണ്ണിൻ്റെ ചെഞ്ചുണ്ടിൽ എവിടെ ഇരിക്കുന്നു, രണ്ടും രണ്ട് സ്റ്റൈലാണ് വരാൻ കാരണം ബിച്ചു തിരുമല. അതുപോലെ പവിഴമല്ലി പൂത്തുലഞ്ഞു നീലവാനം, ആ സിനിമയിൽ 2 ഗാനങ്ങളുണ്ട്, സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഒന്ന് നായികയെ പ്രകീർത്തിച്ച് പാടുന്നതും ഒരെണ്ണം നായികയെ കളിയാക്കി പാടുന്നതും. ഒന്ന് മോഹൻലാലും ഒന്ന് ശ്രീനിവാസനും അഭിനയിക്കുന്നു. സാർ ചെയ്തതൊന്നും വീണ്ടും വ്യത്യസ്തമായിട്ടുള്ള 2 പാട്ടുകളായിരുന്നു. കവിത പോലെ തോന്നിയിരിക്കുന്ന വരികളായിരുന്നു ആ പാട്ടുകൾ. പ്രത്യേകത എന്ന് പറയുന്നത് സത്യനന്ദിക്കാട് എന്ന് പറഞ്ഞ മ്യൂസിക് സെൻസ് ഒരുപാടുള്ളൊരു സംവിധായകനായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും സജഷൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു ആ സമയത്ത് ആ പാട്ടുകൾക്ക് പിന്നിൽ? ഇല്ല, അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞതൊരു പ്രേമഗാനമാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അത് പിന്നെ അത് മറിച്ചിട്ടത് ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് അവരുടെ ഒരു അപ്രോച്ചിൻ്റെ വ്യത്യാസമാണ്. ഞങ്ങളോട് പറഞ്ഞത് പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം എന്നുള്ളൊരു മോഡേൺ ബീറ്റിൽ ഒരു പ്രേമഗാനമാണെന്ന് പറഞ്ഞു. മനസ്സിലായി? അപ്പം ഞാനൊരു ട്യൂൺ ഉണ്ടാക്കി വെസ്റ്റേൺ മ്യൂസിക്കിൽ. പവിഴമല്ലി എൻ്റെ ട്യൂൺ ഇതാണ് ട്യൂൺ. ഇത് നാടോടി പാട്ടൊന്നുമല്ല, ചുമ്മാ ഒരു ബീറ്റ്, അമേരിക്കൻ ബീറ്റ്, ഗിറ്റാർ ബീറ്റ് ഇട്ട് വന്ന ട്യൂണാണ്. അപ്പോൾ സത്യനന്ദിക്കാട് വന്ന ലിറിക്സ് ഞാൻ എഴുതുന്നില്ല. നമുക്കൊരു 1-ാം തരം കവിയുണ്ട്, മുല്ലനെഴി, അദ്ദേഹത്തെ കൊണ്ട് ശരി. ഞാനവിടെ ഇദ്ദേഹത്തെ കാത്ത് പത്മ തിയേറ്ററിൻ്റെ പുറകിൽ ഒരു ചെറിയ ചായക്കടയിലിരിക്കുക. അപ്പോൾ വരുന്നടാ ഒരാൾ മൂഷിഞ്ഞ ഉടുപ്പൊക്കെ ഇട്ട് ഒരു സഞ്ചിയും തോളെടുത്ത് കഷണ്ടിക്കല. ഞാൻ വിചാരിച്ചു, ഗുഡ് ഗാഡ്, ഇയാൾ ഈ പാട്ട് എന്തെഴുതും? ഞാൻ ലും ദട്ട ഡും ദ അതാണ് നോക്കട്ടെ അദ്ദേഹം വന്നു. ഞാൻ ഈ ട്യൂണിങ്ങിനെ ഇട്ട് ലല പാടി. ഒന്നും കൂടി പാടാമോ? ഓ യെസ്, ലല എഴുതിക്കോളൂ. പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം. Unbelievable. I shook his hand. He's an amazing poet, amazing lyricist. മുല്ലനേഴി. അദ്ദേഹം തൃശ്ശൂർ ഏതോ ഒരു ചെറിയ സ്കൂളിൽ മലയാളം പഠിപ്പിക്കുന്ന ആളാണ് അത്രേ. അദ്ദേഹത്തെ അന്വേഷിച്ച് ഞങ്ങൾ ആദ്യം പോയി നേരിട്ടൊന്നും സംസാരിക്കും. അപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ അമ്മയ്ക്കും അമ്മമ്മയ്ക്കും വൈഫിനും ഒന്നും അറിഞ്ഞോളൂ ആളെവിടെയാണ്. അപ്പോൾ ആ കാലത്ത് ഇവിടുന്ന് പോകും, പിന്നെ വരണം പാതിരായി കാണും എന്നാണ് അവരുടെ ഭാഷ്യം. അങ്ങനെ മുല്ലനേഴി ഇതിന് അൺയൂഷ്വൽ ക്യാരക്ടർ. ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. കണ്ണിന് പൊന്നിക്കണിയും അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു കൊടുക്കും. അപ്പോൾ തന്നെ കണ്ണിന്. അപ്പോൾ ഇവിടെ മഹാരഥന്മാരിങ്ങനെ
നിരന്ന് നിൽക്കുകയാണ് കേരളത്തിൽ. പക്ഷെ ഇവരാരും ഉപയോഗിക്കണം, അത്രയേ ഉള്ളൂ. സാറിൻ്റെ പാട്ടുകളിലെ ഏറ്റവും വലിയ പ്രത്യേകത, സാറ് ചെയ്തിരിക്കുന്ന പാട്ടുകളിലെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ ലളിതമായ വരികളാണ്, എല്ലാവർക്കും പാടി നടക്കാം. അതെൻ്റെ പണിയല്ല സാർ. അല്ല, സാറിൻ്റെ പണിയല്ല, സാറിൻ്റെ ഒരു ഭാഗ്യം എന്തോ ആയിരിക്കും. അതാണ് അങ്ങനെയായിരുന്നു വരികൾ. പക്ഷെ എന്നെന്നും കണ്ണേട്ടൻ്റെ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു, അതിലൊരു പാട്ട് ദേവദുന്ദുബി സാന്ദ്രലയം ദിവ്യ വിവാദ സോപാന രാഗലയം, കൈതപ്പുറം തിരുമേനിയുടെ അതിമനോഹരമായ വരികൾ, വളരെ ദൈവികത നിറഞ്ഞൊരു മ്യൂസിക്കാണ്. അങ്ങനത്തെ ഒരു ഫീലാണ് ആ പാട്ട് കേൾക്കുമ്പോൾ. അത് നല്ലൊരു പോയിന്റാണ് പറയുന്നത്. അത് ഇനി ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സഗമപനീസ എന്ന് പറയുന്ന ഭീം പലാസി എന്ന് പറയുന്ന നോർത്ത് ഇന്ത്യൻ രാഗത്തിൽ. അപ്പോൾ ബിച്ചു ഫാസിൽ എന്നോട് പറഞ്ഞു, ജെറി സൂക്ഷിക്കണം, നമ്മുടെ നോക്കത്ത ദൂരത്ത് എന്നുള്ള സിനിമ കംപ്ലീറ്റ് ക്രിസ്ത്യാനി ബാക്ക്ഗ്രൗണ്ടാണ്. അച്ഛനും വികാരി അച്ഛനും അഞ്ഞൊറിയുള്ള അമ്മുമ്മ പള്ളിയിൽ പോകും വരവും ഒക്കെയാണ്. അത് ഇതിൽ പാടി. ഇത് കംപ്ലീറ്റ് നായന്മാരുടെ കഥയാണ്. ഏത് എന്നൊന്നും കാണേണ്ടി. അപ്പോൾ സംഗീതം ക്വൈറ്റ് വ്യത്യസ്തമായിരിക്കണം, മറ്റേ ടച്ച് വരാൻ പാടില്ല. ഞാൻ പറഞ്ഞത് സാരമില്ല, നമുക്ക് രാഗാധിഷ്ഠിതമായിട്ട് അങ്ങ് പോയാൽ മതി, ചെയ്യാമെന്നത്. അങ്ങനെ മനഃപൂർവ്വം ആ പാട്ട് ഉണ്ടാക്കിയതാണ് രാഗത്തിൽ. ബിക്കോസ് ഈ കഥാനായകൻ, സിനിമയിലെ കഥാനായകൻ്റെ അമ്മുമ്മ വീണ വായിക്കും, അമ്മ നന്നായിട്ട് പാടും, അല്ല വയസ്സ് പേഴ്സ. പിന്നെ ഇവൻ സ്കൂളിൽ ഡ്രാമ പഠിപ്പിക്കും, അവരെ കൊണ്ട് പാടിക്കും, ഡാൻസ് ചെയ്യിപ്പിക്കുമ്പോൾ ആ ടൈപ്പ് ഓഫ് ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ അതിന് പറ്റിയ ഒരു രാഗത്തിൽ. ഇപ്പോൾ ആദ്യം ദേവദുന്ദുബി ആ ചെറുപ്പത്തിൽ ഉള്ള, അതായത് യേശുദാസ് പാടാത്ത ദേവദുന്ദുബി, ദേവദുന്ദുഭി സാന്ദ്രലയം ദിവ്യ വിഭാത സോപാനരാഗവയം ധ്യാനമുണർത്തും മൃദുപല്ലവിയിൽ കാവ്യമരാള ഗമനലയം ദേവദുന്ദുഭി. ആദ്യത്തെ സ്പീഡ് പാട്ട്. പക്ഷേ ഈ പാട്ട് തന്നെ വേറൊരു അവസരത്തിൽ സാഡായിട്ട് പാടേണ്ട ദിവസം വന്നപ്പോഴാണ് യേശുദാസിനെ കൊണ്ടത് പാടിക്കണമെന്ന് അതിൻ്റെ ഒരു വേർഷൻ ഉണ്ടാക്കി. അപ്പം ആ വേർഷൻ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തിങ് വാസ് മിസ്റ്റർ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. ഞാൻ ഈ ട്യൂണൊക്കെ കേട്ടപ്പോൾ തന്നെ അദ്ദേഹം ദേവദുന്ദുഭി എന്നുള്ള വാക്കിട്ടപ്പോൾ ഈ സിമ്പിൾ ട്യൂൺ നേരെ അങ്ങ് പൊങ്ങിപ്പോയി. ഇപ്പം ദേവദുന്ദുഭിക്ക് വരെ വേറെ എന്തെങ്കിലും വാക്കിട്ടിരുന്നെങ്കിൽ ഇത്രയും അതിന് ആ വെയിറ്റോ ഇതിൻ്റെ ആ എന്താ പറയുക, അതിൻ്റെ മനോഹാരിത ഇത്ര ഗഹനമാകുമായിരുന്നില്ല. സോ ദാറ്റ് ഇസ് ദ ട്രിക്ക്. സോ ഇറ്റ് ഈസ് കൈതപ്പുറം ഹൂ മെയ്ഡ് ദാറ്റ് സോങ്. ശാരി മേരി രാജേശ്വരി, നമ്മുടെ ഗാനമേള എന്ന് പറഞ്ഞ സിനിമയിലെ വളരെ ജനകീയ. അത് ഞാൻ ചെയ്തതല്ല, അത് വേറെ ആൾ ചെയ്ത. ഞാൻ അതിൻ്റെ അകത്ത് ഒരു പാട്ട് ചെയ്തിട്ടുണ്ട്. ഒരു വീര വീരടനെ നിന്നേ നിന്നേ തന്നേ തന്നേ അങ്ങനത്തെ ഒരു പാട്ടേ ഞാൻ ചെയ്തിട്ടുള്ളൂ. മറ്റേ ചെയ്തിരിക്കുന്ന വേറെ ഏതൊരു മ്യൂസിക്, എനിക്ക് തോന്നുന്നു രവീന്ദ്ര മിശ്രായിരിക്കും. എൻ്റെ മിസ്റ്റേക്കാണ്, എൻ്റെ മിസ്റ്റേക്കാണ്. ഞാൻ അതിൻ്റെ ഒരു മ്യൂസിക് ഡയറക്ടർ, 2-3 മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഗാനമേള ഡയറക്റ്റഡ് ബൈ അമ്പിളി. മേലെ മേലെ വാനം, നമ്പർ 1 സ്നേഹതീരം, ബാംഗ്ലൂർ നോർത്ത്, പൊന്നമ്പിളി പൊട്ടും തൊട്ട്. അത് ഫാസിൽ സാർ പ്രൊഡ്യൂസ് ചെയ്തൊരു സിനിമയാണ്, സത്യനന്ദിക്കാടിൻ്റെ സിനിമ. അത് ഗിരീഷ് പുത്തഞ്ചേരിയുടെ മനോഹരമായ വരികളും സാറിൻ്റെ മനോഹരമായ ഈണമൊക്കെയാണ്. പക്ഷെ അതിനുശേഷം പിന്നെ ഒരു 2 പതിറ്റാണ്ട് ഞങ്ങൾക്ക് സാറിനെ കാണാൻ പറ്റിയിട്ടുണ്ട്. ശരിയാണ്, ഞാനിവിടെ ഉണ്ടായിരുന്നു, ആരും എന്നെ വിളിച്ചില്ല. വെരി സിമ്പിൾ. പലരും പറയുന്നത് ഇയാൾ വരുന്നില്ല, ജെറിയെ വിളിച്ച അയാൾ വരില്ല, അയാൾ മഹാശുണ്ടിക്കാരനാണ്, മറ്റേതാണ്. ഒന്നുമില്ല, ഇറ്റ്സ് എ മാറ്റർ ഓഫ് മ്യൂസിക്. യുനോ ആരും എന്നെ വിളിച്ചില്ല. ആളുകൾ തെറ്റിദ്ധരിച്ച് കാണും യേശുദാസും ജെറിയും തമ്മിൽ എന്തോ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് നമുക്ക് യേശുദാസ് മതി, ഇയാളെ മാറ്റിക്കൊള്ളാണ്. അത് അത്ര സിമ്പിളായിരുന്നിരിക്കും. ഇത് എനിക്ക് എൻ്റെ തിയറിയാണ്. ഐ ഡോണ്ട് നോ ഫോർ ഷുവർ. കരിയറിൻ്റെ പീക്കിൽ നിൽക്കുന്ന സമയത്തായിരുന്നു ആ ഒരു ഗ്യാപ്പ്. അതെ, ഇറ്റ് ഹാപ്പൻ. ബട്ട് ദെൻ ഞാനതുകൊണ്ട് സംഗീതത്തിൽ നിന്ന് വിരമിക്കുകയൊന്നും ഉണ്ടായില്ല. ഞാനവിടെ മദ്രാസിലെ അമേരിക്കൻ ഇൻ്റർനാഷണൽ സ്കൂൾ എന്ന് പറയുന്ന സ്കൂളുണ്ട്, അവിടെ പോയി പഠിപ്പിച്ചു. പിന്നെ സ്റ്റെല്ല മാരിസ് കോളേജിൽ പഠിപ്പിച്ചു. അങ്ങനെ പല സ്ഥലത്തും പോയി പഠിപ്പിച്ചു. ഐ വാസ് ആക്റ്റീവ്. ഒരുപാട് ക്രിസ്മസ് പരിപാടികളൊക്കെ നടത്തി, മരത്തിൻ്റെ മുകളിൽ ആളുകളെ കയറ്റി നിർത്തി പാട്ടൊക്കെ പഠിച്ചു, സിംഗിങ് ക്രിസ്മസ് ട്രീ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഐ വാസ് വെരി ആക്റ്റീവ്. സിനിമയിലുണ്ടായിരുന്നു.
നമ്പർ 1 സ്നേഹതീരത്തിലെ ആ പാട്ടുകളുടെ കഥ കൂടെ ഒന്ന് പറഞ്ഞുതരാമോ? നമ്മൾ സ്നേഹതീരം ആ ദേവദുന്ദുബിയോ അല്ല, നമ്പർ 1 സ്നേഹതീരത്തിലെ 2 പാട്ടുകളുണ്ട്. ഏത് പാട്ടാണ്? മേലെ 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 സോറി. അപ്പോൾ മേലെ മേലെ മാനം ഒരു താരാട്ട് പാട്ട് പോലെ ആയിരിക്കണമെന്ന് എന്നോട് പറഞ്ഞു. ആ താരാട്ട് പാട്ട് വളരെ ഈസിയാണ്. താരാട്ട് പാട്ടിൽ ബഹളം പാടില്ല, കൊച്ചെഴുന്നേക്കില്ലേ, കൊച്ചനെ ഉറക്കുന്ന പാട്ടാണ്. ആ ഇറ്റ്സ് എ വെരി സിമ്പിൾ വെസ്റ്റേൺ ട്യൂണാണ് സാർ. എൻ്റെ അകത്ത് രാഗമൊന്നുമില്ല. മേലെ മേലെ മാനം അപ്പം ഞാനുണ്ടാക്കിയല്ല ലാലി 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 ലാലോ ലാലി ലാലോ ലാലോ ലാലി ലാലോ അങ്ങനെ. അത് പുത്തഞ്ചേരിയോട് വന്ന ഭാഷ. പൊന്നമ്പിളി പൊട്ടും തൊട്ടും, അതും ഇത് തന്നെ. പൊന്നമ്പിളി പൊട്ടും തൊട്ടിൽ ഒരു കഥ പറയുകയാണ്. അത് കുട്ടികളോട് പറയണം, ഈ കുട്ടികളുടെ അമ്മ എങ്ങനെ ഇവിടുന്ന് സ്ഥലം വിട്ടു പോയതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കിയാണ് ഒരു അച്ഛൻ. അപ്പോൾ അതിന് ഒരു സ്ലൈറ്റ് ഹ്യൂമറസ് മൂഡാണുള്ളത്. പൊന്നമ്പിളി പൊട്ടും തൊട്ട്. അപ്പോൾ അത് എങ്ങനെ വന്നെന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടി സാർ, അതെങ്ങനെ സംഭവിച്ചു. അപ്പോൾ തന്നേ 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 നാന നിന്ന തന്നേ നാനീ നാനീ പൊന്നമ്പിളി പൊട്ടും തൊട്ട്. ദാറ്റ് ഇസ് ദ വർക്ക് ഓഫ് മിസ്റ്റർ ഗിരീഷ് പുത്തഞ്ചേരി. ഈ ഗാനരചയിതാക്കളുടെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. പലരും അർഹിച്ച പരിഗണന കൊടുക്കാത്തൊരു വിഭാഗമാണ് ഗാനരചയിതാക്കൾ ഇപ്പോഴും. അതെ, അത് മണ്ടത്തരാണ് സാർ. അല്ലേ? പറയുമ്പോൾ എല്ലാവരും മ്യൂസിക് ഡയറക്ടേഴ്സിനെ പറയും, പക്ഷെ ഒരു പാട്ടിന്റെ ആത്മാവ് എന്ന് പറയുന്നത് ശരിക്കും വരികളല്ലേ? എക്സാക്ട്ലി. ഇപ്പം പൊന്നമ്പിളിക്ക് പകരം നിന്നെ കണ്ടു ഞാനും വന്നു എന്നൊക്കെ പറഞ്ഞത് അതിനകത്ത് ഒരു മാങ്ങത്തിലില്ലല്ലോ. പാട്ടെന്ന് പറയുന്നത് ഐ മീൻ ദ ലിറിക്സ് ഇല്ലാതെ നമ്മുടെ സംസ്കാരത്തിൽ സംഗീതമില്ല. സാഹിത്യം അപ്പി സംഗീതം സരസ്വതിയുടെ സ്ഥാനദ്വയങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ആദ്യത്തെ വാക്കെന്താണ്? സാഹിത്യം, നോട്ട് സംഗീതം. സാഹിത്യം നമ്പർ 1, സെക്കൻഡ് സംഗീതം. അത് നമ്മളൊരിക്കലും മറക്കരുത്. അവർ ആൻസസ്റ്റേഴ്സ് ഒരു 50,000 1,00,000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇതെല്ലാം ഇങ്ങനെ ഉണ്ടാക്കി വന്നിരിക്കുന്നത്. അതൊക്കെ നമുക്ക് പെട്ടെന്നൊന്നും മറന്നു കളയാൻ പറ്റില്ല. അപ്പോൾ അത് വേണ്ടത് എന്താണ്? ഒരു ഫൗണ്ടേഷൻ. നമ്മളിവിടെ ഇപ്പോൾ സിനിമയൊക്കെ പിടിക്കുന്ന പിള്ളേർക്ക് ഇതിനെപ്പറ്റിയൊക്കെ ഒരു ഗ്രാഹ്യമില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. അതുകൊണ്ടാണ് ഈ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. വി നീഡ് ടു ഹാവ് ആ ഫൗണ്ടേഷൻ. ഈ മണ്ണിനെ പറ്റി, ഇവിടുത്തെ വെള്ളത്തെ പറ്റിയും കാറ്റിനെ പറ്റിയും മരങ്ങളെ പറ്റിയും എല്ലാത്തിനെ പറ്റിയും നമുക്കൊരു വിവരം വേണം. അവിടെ നിന്നാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതൊരിക്കലും നമുക്ക് മായ്ച്ചു കളയാൻ പറ്റില്ല. സാറിപ്പോൾ ഒരുപാട് പേരുടെ കൂടെ വർക്ക് ചെയ്തു. അതിൽ ഗാനരചയിതാക്കളുടെ കൂട്ടത്തിൽ ഒരു വിസ്മയമായിട്ട് തോന്നിയിട്ടുള്ളതാണ് ബിജു തിരുമല. അതിൻ്റെ കാരണം ബിക്കോസ് എൻ്റെ ട്യൂൺ അദ്ദേഹം പാടിയിട്ട്, എൻ്റെ ട്യൂൺ മോസ്റ്റ്ലി നോർത്ത് ഇന്ത്യൻ ശൈലിയിലാണ്, മലയാളം കർണാടക ശൈലിയിലല്ല. ആളുകൾ തെറ്റിദ്ധരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഹിന്ദിയിലാണ് ചെറുപ്പത്തിൽ വളർന്നത്. പിന്നെ നൗഷാദിനോട് ചോദിക്കുന്നത് കംപ്ലീറ്റ് ഹിന്ദിയാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ആ ഹിന്ദിയുടെ നമ്മുടെ ദ്വയാക്ഷരപ്രാസം ഉണ്ടെങ്കിലും ഹിന്ദിയിൽ അന്ത്യാക്ഷരപ്രാസമാണ്. ഉദാഹരണത്തിന് ലെറ്റ്സ് സേ ദിലെ ബേതാബ് കോ സീനെ സെ ലഗാന ഹോഗ, അങ്ങനെയാണ് ഹിന്ദിയിൽ ഒരുപാട്. സർ ഝുക്കായെ തോ ദിൽ കോ ഭി ഝുക്കാന ഹോഗ, നാ ഹോഗ, ആ ഹോഗ, ഈ ഹോഗ, അങ്ങനെ ഹോഗയുടെ ഒരു ഘോഷയാത്രയാണ് അവർ. അതുപോലെ ഇത് ബിച്ചുവിനോട് ഞാൻ പറഞ്ഞിട്ട് നമുക്ക് അതും കൂടി ഉൾപ്പെടുത്തണമെന്ന്. അപ്പോൾ ഉദാഹരണത്തിന് ആളൊരുങ്ങി അരങ്ങൊരുങ്ങി അങ്ങി 1000 തേരൊരുങ്ങി കാണുവാൻ കണിയുണരാനിതു വഴിവാ കൊന്നപ്പൂഞ്ചോലകളിൽ കുളിച്ചൊരുങ്ങി
കുന്നേതുമ്പക്കൂടത്തിൽ തുള്ളി തുള്ളി വാ. അപ്പം ഈ പ്രാസത്തിൻ്റെ സൗകുമാര്യവും ആശയങ്ങളുടെ എന്താ പിക്ചേഴ്സ്, ഇമേജറി, ഈ സാഹിത്യത്തിനുള്ള ഗുണം അതാണല്ലോ. നമ്മൾക്ക് ഫോട്ടോ എടുത്ത് കാണിക്കാനോ വാക്കുകളിലൂടെ, അത് രണ്ടും കൂടി വരുമ്പോൾ ഭയങ്കര സ്ട്രോങ്. ബിച്ചുവാണ് അതിൻ്റെ എൻ്റെ ജീവിതത്തിൽ കണ്ട ഏറ്റവും നല്ല ലിറിസിസ്റ്റ്. പിന്നെ ഞാനെടുത്ത് പറയുന്നത് പി ഭാസ്കരൻ മാസ്റ്ററിനോട് വർക്ക് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് പാട്ടിൻ്റെ ആ ഒഴുക്ക് പിടുത്തം കിട്ടിയിട്ട് ക്ലിഷ്ടമായിട്ടുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കാതെ സുന്ദരമായിട്ട്. അപ്പോൾ അതിന് ഇതിൽ ഓർക്കുന്നുണ്ട്, പൂവല്ല പൂന്തളിരല്ല മാനത്തെ മണിവില്ലല്ല മണ്ണിലേക്ക് വിരുന്നു വന്ന് മധുചന്ദ്രലേഖ. അപ്പോൾ അതിൻ്റെ പി ഭാസ്കരൻ അത്രയും ലളിതമായിട്ട് പറഞ്ഞു. അത് ലളിതം, അതേസമയം ഭയങ്കര കാമ്പും ഉണ്ടായിരിക്കും. ഇപ്പം നമ്പർ 1 സ്നേഹതീരത്തിന് ശേഷം 2 പതിറ്റാണ്ടിന് ശേഷം വീണ്ടും സാറിന്റെ പാട്ടുകൾ കേൾക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടായി. 2016 ആക്ഷൻ ഹീറോ ബീച്ച്, പൂക്കൾ പനിനീർ പൂക്കൾ, വാണിയമ്മയെ തിരിച്ചു കൊണ്ടുവന്നു. അപ്പം അഭിരുഷയിലാണോ ശരിക്കും സാറിന് ആ സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്? അഭിരുഷാനിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാറ് പാട്ട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇപ്പോഴത്തെ നിങ്ങളുടെ പാട്ട് കേട്ടിട്ട് എനിക്കിവിടെ ഇരിക്കാൻ പറ്റുന്നില്ല, അപ്പോൾ എന്നിൽ നിന്ന് അങ്ങനത്തെ പാട്ടൊന്നും പ്രതീക്ഷിക്കണമെന്ന് പറഞ്ഞു. ഐ പുഷ്ഡ് ഹിം ഔട്ട് ഓഫ് മൈ അപ്പാർട്ട്മെൻറ്റ്. ഞാൻ അയ്യപ്പൻ കാലത്ത് താമസിക്കുമ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, വേണ്ട ഞാനില്ല എന്ന് പറഞ്ഞ് പുറത്ത് വിട്ടു. പക്ഷേ അദ്ദേഹം പോയില്ല. പിറ്റേ ദിവസം വന്നു പറഞ്ഞു, സാർ ഞങ്ങൾക്ക് വേണ്ടത് ഈ ഇലക്ട്രോണിക് സൗണ്ടൊന്നും വേണ്ട, സാധാരണ ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ച് കയ്യും കാലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന മ്യൂസിക് വേണം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കൈ നോക്കി എങ്ങനത്തെ പാട്ടാണ് വേണ്ടതെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഒരു മൂളിപ്പാട്ടാണ് വേണ്ടത്. ഓ മൂളൻ, ശരി, അപ്പോൾ ഇങ്ങനെ ഒരു മൂളിയാലോ? ഇത് മതി. അങ്ങനെയാണ് മൂളിപ്പാട്ട്, പൂക്കൾ പനി. ഉടനെ അപ്പോൾ അവർ വിചാരിച്ചു ലിറിസിസ്റ്റ്. ഞാൻ പറഞ്ഞു, എനിക്കിഷ്ടം ഇവിടെ നമ്മുടെ തൃപ്പൂണിത്തുറയിൽ അദ്ദേഹം ഉണ്ടല്ലോ, സന്തോഷ് വർമ്മ, അദ്ദേഹത്തെ കൊണ്ട് എഴുതിയ. അങ്ങനെ ഹീ റോട്ട് വെരി വെൽ. പൂക്കൾ, തുടക്കത്തിൽ നിന്ന് പൂക്കൾ, മഞ്ഞിൽ വരുന്ന പൂക്കൾ പോലെ, പൂക്കൾ പനിനീർ പൂക്കൾ നീയും കാണുന്നുണ്ട്. അതിനൊരു 2ാം ഭാഗം വരുന്നത് കേട്ടിരുന്നു. സാറ് ഭാഗമാണോ അതിൽ? ഏതേത്? ആക്ഷൻ ഹീറോ വിജയോട്ട് ഒരു 2ാം ഭാഗം വരുന്നു പറഞ്ഞു. അത് ഞാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 2 കൊല്ലമായി. ഇങ്ങോട്ട് എത്തിയിട്ടില്ല. വേറെ ഏതെങ്കിലും പ്രൊജക്റ്റുകൾ പുതിയതായിട്ട് സാറിൻ്റെ? എന്നാരും വിളിക്കുന്നില്ലത്, വെരി സിമ്പിൾ. അത് ഇരുന്നിട്ട് വേണ്ട കാലം നീട്ടാന്ന് പറഞ്ഞ പോലെ ആരെങ്കിലും വിളിച്ചാലും നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. വെരി സിമ്പിൾ. ഭയങ്കര ഒരു ഞെട്ടലാണ്, കാരണം ഇത്രയും വലിയ ഇത്രയും നല്ല പാട്ടുകളൊക്കെ സമ്മാനിച്ചു. എന്തുകൊണ്ട് വിളിക്കാത്തതെന്ന് എനിക്കറിഞ്ഞു. ഐ തിങ്ക് ദേ ആർ ഓൾ അഫ്രെയ്ഡ് ദാറ്റ് എന്നെ വിളിച്ചാൽ ഞാൻ ബലമൊക്കെ പറയുന്നു എന്തെങ്കിലും. ഐ ഡോണ്ട് നോ വാട്ട്. എൻ്റെ ജോലി, ഒരു ഡയറക്ടർ പറയുകയാണ് എനിക്ക് ഇങ്ങനെ ഒരു പാട്ട് വേണമെന്ന്, അതുണ്ടാക്കി കൊടുക്കുക, അത്രേ ഉള്ളൂ എൻ്റെ ജോലി. അത് കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ള മാത്രമേ എൻ്റെ അത്, വേറെ ഒന്നുമില്ല. ഒരുപാട് സംവിധായകരുടെ കൂടെ വർക്ക് ചെയ്തു. മ്യൂസിക് സെൻസ് തീരെ ഇല്ലാത്ത ആളുകളുണ്ടായിരുന്നു അതിൽ? അങ്ങനെ ഞാൻ പറയില്ല. എല്ലാവർക്കും ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ടായിരുന്നു. അതില്ല, ഫിലിം മേക്കിംഗ് ഈസ് ഓൾസോ ഒരു റിതമിക് കാര്യമാണ്. അതിൻ്റെ അകത്ത് റിതം വേണം സാർ. അപ്പോൾ റിതം എന്ന് പറയുന്ന താളം. സിനിമ ഉണ്ടാക്കുമ്പോൾ ഓരോ സീനിലും ഒരു കട്ട് കഴിഞ്ഞ് വേറൊരു കട്ട് കഴിഞ്ഞ് ഇങ്ങനെ അത് പോകുന്നത് ഒരു താളത്തിലാണ്. ആ താളബോധമുള്ളവർക്ക് സിനിമ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളവരെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അത് വിവരമില്ലാത്തവരെ ഞാൻ കണ്ടിട്ടില്ല. ഒരു മ്യൂസിക് ഡയറക്ടറോട് ഒരിക്കലും ചോദിക്കാൻ പറ്റില്ല, എന്നാൽ എൻ്റെ ഒരു കൗതുകം കൊണ്ട് ചോദിക്കാം. സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രാഗം ഏതാണ്? അങ്ങനെയില്ല സാർ, എനിക്ക് 3 പെൺകുട്ടികളുണ്ട്, ഇരിക്കുന്നു 3 എണ്ണം. എവിടെയുണ്ട്? പുറകിൽ കാണാമോ? കാണാം. ആരെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. ആ ചോദ്യം ശരിയല്ല. അതായത് 3 സാരിയുണ്ട്, അതിൽ ഏതാണ് എനിക്കിഷ്ടം അത് ഓക്കെ, ഐ ക്യാൻ സെലക്ട്, ബട്ട് നോട്ട് ദിസ്. സാറിൻ്റെ സംഗീത ജീവിതത്തിൽ ഒരുപാട് പാട്ടുകൾ ചിട്ടപ്പെടുത്തി. അതിൽ ഏറ്റവും വേഗത്തിലും ഏറ്റവും സമയമെടുത്ത് ചിട്ടപ്പെടുത്തിയ പാട്ടുകൾ? ഏറ്റവും സമയമെടുത്ത് ചിട്ടപ്പെടുത്തിയ പാട്ട് ഈ ദേവദുന്ദുബിയാണ് സാർ. ഏറ്റവും ഈസിയായിട്ട് ഉണ്ടാക്കിയ പാട്ട് വെരി സിമ്പിൾ. അത്തപ്പൂന്നുള്ളി കൃത്തപ്പൂന്നുള്ളി തങ്ങാനും പാടി വന്നു ഞലിലാടി തെന്നലെ വാ ഒന്നാനം തന്നിലോടി വാ. അങ്ങനെ ആ പാട്ട് വന്നു, ടക്കെന്നങ്ങ് വന്നു. സാറിൻ്റെ കാലത്ത് നിന്ന് സിനിമ ഒരുപാട് മാറിയല്ലോ ഇപ്പോൾ. ഇപ്പം ഈ കാലത്തേക്ക് വരുമ്പോൾ മലയാള സിനിമയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ
എന്താണ് സാറിന് മോശമായിട്ട് തോന്നിയിട്ടുള്ളത് സംഗീതത്തിൻ്റെ കാര്യത്തിൽ? ഇല്ല, ഞാനിപ്പോൾ ഇപ്പോഴത്തെ സിനിമ ഒന്നും കാണുന്നില്ല. ഞാൻ ചില സമയത്ത് സിനിമ കാണാൻ തിയേറ്ററിൽ പോയില്ല, 5 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ ഇറങ്ങിപ്പോകും. പാട്ടുകളല്ല, സിനിമ എടുക്കാൻ ഇവന്മാർക്ക് അറിഞ്ഞുകൂടെന്നുള്ളൊരു ധാരണയാണ് എനിക്ക് വരുന്നത്. അതായത് ദർ ഇസ് എ ഗ്രാമർ. ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ എന്താണ്, ഒരു സബ്ജക്റ്റ് വേണം, ഒരു പ്രെഡിക്കേറ്റ് വേണം, ഒരു ഓബ്ജക്റ്റ് വേണം. ഞാൻ പുട്ട് തിന്നു, അതാണ് വ്യാകരണം അല്ലേ? അങ്ങനെയാണല്ലോ. അതുപോലെ സിനിമ ഉണ്ടാക്കുന്നതിനും ഒരു വ്യാകരണമുണ്ട്. ഇപ്പോഴത്തെ സിനിമകളിൽ ആ വ്യാകരണം എന്താ പറയുന്നത്, വികലമായ വ്യാകരണം. ലൈഫില്ലെന്നല്ല, വികലം. അതായത് എന്നിങ്ങനെ എഴുതുന്നതിന് പകരം ഇങ്ങനെയൊക്കെ എഴുതും, വികലമാണ്. അതായത് ഇവരാരും സിനിമ എന്നുള്ള മാധ്യമം സീരിയസ് ആയിട്ട് അക്കാഡമിക്കായിട്ട് പഠിച്ചിട്ടില്ല. അത് വേണമെങ്കിൽ ഒന്നുകിൽ ഹോളിവുഡിൽ പോകണം, അല്ലെങ്കിൽ ലണ്ടനിൽ പോകണം, അല്ലെങ്കിൽ പാരീസിൽ പോകണം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ഇതിനെപ്പറ്റി ഒരു യഥാർത്ഥ ഗ്രിപ്പ് കിട്ടുള്ളൂ സാർ. അല്ലാതെ ഒരു ക്യാമറ എടുത്തുകൊണ്ട് അത് ഇതൊക്കെ ഷൂട്ട് ചെയ്ത് തുന്നിക്കെട്ടി ഇങ്ങോട്ട് കൊടുത്തുകൊണ്ട് സിനിമയാകുന്നില്ല. നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ തന്നെ എടുക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ഇരുന്നിട്ട് ഇൻ്റർവ്യൂ ചെയ്തിട്ടൊന്ന് കാര്യമില്ല. ദ ലൈറ്റിംഗ് ഷുഡ് ബി പ്രോപ്പർ, ദ ഫേസ് ഷുഡ് ബി കോട്ട് ലൈക്ക് ദിസ്, ഫ്രം അനദർ ആംഗിൾ ഇതൊക്കെ അറിയാതെ വെറുതെ ഒന്ന് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി പോയിട്ട് എന്താ കാര്യം? ഇതാണ് നടക്കുന്നത് ഇപ്പോഴത്തെ എനിക്ക് ഇപ്പോഴത്തെ ഒട്ടുമുക്കാൽ എല്ലാം കാണാറില്ല, ഇടയ്ക്കും മുറിക്കും എല്ലാം കണ്ടുവന്നല്ല. ഉദാഹരണത്തിന് ബ്ലസ്സിയുടെ ഈ ആടുജീവിതം ഞാൻ കണ്ടില്ല, പക്ഷേ എനിക്ക് ബ്ലസ്സിയുടെ നേരത്തെയുള്ള പടങ്ങൾ കണ്ടിട്ടുള്ളത് കൊണ്ട് അത് നന്നായിരിക്കുമെന്ന് എനിക്കൊരു ധാരണയുണ്ട്, ഒരു ഹോപ്പുണ്ട്. അതുപോലെ വിവരമുള്ള ഡയറക്ടേഴ്സ് ഇപ്പോൾ വിരളം. സംഗീത സംവിധായകരെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്താ? പുതിയ തരം നല്ല ഗിഫ്റ്റഡ് ആളുകളാണ്. ആർക്കും കഴിവ് ഇല്ലെന്ന് പറയില്ല, നല്ല കഴിവുണ്ട്. പക്ഷേ അവർക്ക് വേണ്ടത്ര ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഇല്ല. നമ്മുടെ സംസ്കാരത്തെ പറ്റിയുള്ള അറിവ് കുറവാണ്. എല്ലാം മോഡേൺ എന്നും പറഞ്ഞ് ട്രെൻഡ്, കിവർ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ചെയ്യുന്നു. പക്ഷെ അതിന് ശക്തി വേണമെങ്കിൽ കുറേ ബേസിക് കാര്യങ്ങൾ. ഉദാഹരണത്തിന് ഞാൻ പറയുള്ളൂ, ദർ വാസ് എ ഇഗ്മാർ ബർഗ്മൻ എന്ന് പറഞ്ഞൊരു വലിയ സിനിമ ഡയറക്ടർ ഉണ്ടായിരുന്നു. എവിടുന്ന്? സ്വീഡൻ. ഇഗ്മാർ ബർഗ്മൻ. അദ്ദേഹം സിനിമ എടുത്തത് സിമ്പിൾ കഥകൾ പറഞ്ഞു തുടങ്ങി. പണ്ട് ഒരു രാജാവുണ്ടായിരുന്നു, രാജാവിനൊരു മകനുണ്ടായിരുന്നു, അവനൊരു കുതിര ഉണ്ടായിരുന്നു. അവനിങ്ങനെ സിമ്പിൾ നാരറ്റീവാണ്. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വീരസാഹസ ചിത്രങ്ങളൊക്കെ എടുത്തു. ഇങ്ങനെ ചിത്രങ്ങളൊക്കെ എടുത്ത് നല്ല തഴമ്പിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഒരു സിനിമ എടുക്കുന്നത്. എന്താണ്? പിക്ചേഴ്സ് ഓഫ് എ മാരേജ് എന്നും പറഞ്ഞ് കാണിക്കുന്നത് ഒരു ഹസ്ബൻഡും ഒരു വൈഫിൻ്റെ മുഖം മാത്രം. ക്യാമറ ഇത്രയും ക്ലോസ് വെച്ചിട്ടുണ്ട്. സിനിമയുടെ ആദ്യത്തെ 15 മിനിറ്റ് ഇതിങ്ങനെ പോകും. അവരുടെ വർത്തമാനം, അവരുടെ ബിഹേവിയറൊക്കെ അത്ര. എന്നിട്ടും നമ്മൾ പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ പറ്റുന്ന ഒരു ഡയറക്ടറാണ് ഇഗ്മാർ ബർഗ്മൻ. അദ്ദേഹം ആ ലെവലിൽ വരുന്നതിന് മുമ്പ് മറ്റുള്ള ഈ സിമ്പിൾ കാര്യങ്ങളൊക്കെ ചെയ്ത് തഴമ്പിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഫോട്ടോ എടുത്തത്. നമ്മുടെ ഇവിടെ എടുത്ത വഴി തന്നെ ചാടുകയാണ്, അങ്ങേറ്റത്ത് സൈക്കോളജിക്കൽ ഡ്രാമയിലേക്കാണ് ചാടുന്നത്. നടക്കില്ല. ആദ്യം എഴുന്നേറ്റ് നിൽക്കാൻ പഠിക്കണം, പിന്നെ നടക്കാൻ പഠിക്കണം, പിന്നെ ഓടാൻ പഠിക്കണം, പിന്നെ നിൽക്കാൻ പഠിക്കണം, എന്നിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. ഒരുപാട് ടെക്നോളജികൾ വന്നു സിനിമയിലേക്ക്, പാട്ടിൻ്റെ കാര്യത്തിലും അതെ. അത് ഏറ്റവും കൂടുതൽ ദോഷമായിട്ട് അതിൽ തോന്നുന്നത് എന്താണ് സാർ? എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അതാണ് നമുക്ക് മര്യാദ. ടെക്നോളജി ഈസ് ടു ബി യൂസ്ഡ്. നമ്മുടെ കഴിവിനെ നന്നാക്കാനായിട്ടാണ് ടെക്നോളജി ഉപയോഗിക്കേണ്ടത്. ടെക്നോളജി ഉപയോഗിച്ച് നമ്മുടെ കഴിവിനെ ഏറ്റവും കുറച്ച് ഉപയോഗിക്കുന്നത് തെറ്റാണ്. ഈ നമ്മുടെ വൈറ്റ് മെൻ, അതായത് യൂറോപ്യൻസ് അല്ല അമേരിക്കൻസ്, അവരെന്താ ചെയ്യുന്നത്? ടെക്നോളജി ഉപയോഗിച്ചിട്ട് അവർക്ക് ചെയ്യാവുന്നതിലും ബെറ്ററായിട്ട് കാര്യങ്ങൾ ചെയ്യിക്കുകയാണ്. അവർ തന്നെ എങ്ങനെയൊക്കെ ഇത് ഉപയോഗിക്കണം. ഇവിടെ നേരെ മറിച്ചാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് എടുക്കാറ്, പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബഡ്ജറ്റ് വളരെ കുറവാണ്, അപ്പോൾ വയലിൻ വേണ്ട, അപ്പം അതിന് പകരം ഈ കീബോർഡിലൊരു സാധനമുണ്ട്, അതിട്ടാൽ പോലെ. ഞാൻ പറയും, സാർ അതിട്ടാൽ ചീവീട് കരയുന്ന സ്വരമാണ്, അത് യഥാർത്ഥ വയലിനൊന്നുമല്ല. യഥാർത്ഥ വയലിൻ വേണമെങ്കിൽ യഥാർത്ഥ വയലിൻ വിളിപ്പിക്കണം. അപ്പോൾ ഇങ്ങനെയാണ് ഈ ടെക്നോളജി നമ്മൾ വികലമായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് വി ആർ നോട്ട് ഇംപ്രൂവിങ് എനിത്തിങ്. ഒരു ചിന്തയുണ്ടോ, ഞങ്ങൾ അതാ ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ തോന്നുന്നു. പക്ഷേ ഫണ്ടമെൻ്റലി വി ആർ നോട്ട് ഗെറ്റിംഗ് ഇൻ ടു ദി എൻഹാൻസ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ ഇമോഷൻ. മാനുഷിക ഇമോഷനെ അത് വലുതാക്കുന്നില്ല, മാനുഷിക ഇമോഷനെ ചെറുതാക്കി. വീണ്ടും ഒരു കൗതുകം കൊണ്ട് ചോദിക്കാം,
സാറിൻ്റെ മ്യൂസിക് ലൈഫിൽ ഒരുപാട് ശിഷ്യന്മാരുണ്ടായിട്ടുണ്ട്. ശിഷ്യന്മാർ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്ത് ഏ അത്തരത്തിൽ ഇപ്പോൾ വലിയ സംഗീതജ്ഞരായിട്ടുള്ള ആളുകളുണ്ടാവില്ല, അവരൊക്കെ ആരൊക്കെ അറിയാവുന്ന ഉദാഹരണം എൻ്റെ ശിഷ്യൻ ഞാൻ പറയില്ല, എന്നോട് കൂടെ ഞാൻ ജോലി എടുപ്പിച്ചത് ബേണി ഇഗ്നേഷ്യസ് നമ്പർ 1 എക്സാമ്പിൾ. എനിക്ക് വേണ്ടി മാൻഡലിൻ വായിക്കാനും എനിക്ക് വേണ്ടി കീബോർഡ് വായിക്കാനും ഒക്കെ ഒരുപാട് സിനിമാ പാട്ടുകൾ അദ്ദേഹത്തെ ഉപയോഗിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ജെർസപ്പൻ എന്ന് പറഞ്ഞ ജേഴ്സൺ ആൻ്റണി എന്ന് പറഞ്ഞൊരു മ്യൂസിക് ഡയറക്ടറുണ്ട്. അദ്ദേഹം 13ാമത്തെ വയസ്സിൽ ന്യൂയോർക്കിൽ വെച്ച് യേശുദാസ് പാട്ട് പാടാൻ വന്നപ്പോൾ ഗിറ്റാർ വായിക്കാൻ കൂടെ വന്നതാണ്. അന്ന് കസേരയിലിരിക്കുമ്പോൾ ആശാൻ്റെ കാല് കസേരയിൽ താഴെ മുട്ടാതെ ഇങ്ങനെ ഗിറ്റാറും പിടിച്ചിരുന്നത് കണ്ടത്. എ ഗ്രേറ്റ് മ്യൂസിഷ്യൻ. അതുപോലെ എത്രയോ ടി.എസ്. രാധാകൃഷ്ണൻ, ഓൾസോ ഗുഡ് മ്യൂസിക് ഡയറക്ടർ. പലരും ഉണ്ട്. അപ്പം ഇനിയും ഒരുപാട് സിനിമകളിൽ സാറിനെ ഞങ്ങൾക്ക് കാണാൻ സാധിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ആഗ്രഹം. സാർ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സാറിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പാട്ട് പാടാൻ പറ്റും? എനിക്കിഷ്ടം നൗഷാദ് സാഹിബിൻ്റെ ഒരു പഴയ പാട്ട്. फिर तेरी कहानी याद आई, फिर तेरा फसाना याद आया, फिर आज हमारी आँखों को, फिर आज हमारी आँखों को पिछला वो ज़माना याद आया, फिर तेरी कहानी याद आई. മുഴുവൻ പാടുന്നില്ല. ഇനി ഒരുപാട് സിനിമകളിൽ ദാസേട്ടൻ്റെയും ചിത്ര ചേച്ചിയുടെ ശബ്ദത്തിൽ സാറിൻ്റെ ഈണത്തിൽ ഒരുപാട് പാട്ടുകൾ കിട്ടണം എന്ന് വലിയ ആഗ്രഹമുണ്ട്. അത് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇത്രയും നേരം സഹകരിച്ചതിന് ഒരുപാട് നന്ദി. ടേക്ക് കെയർ.